കടന്നു വന്നാട്ടെ. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 39-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബുക്ക് ഓഫ് നെഹമ്യ ചാപ്റ്റർ 12 വേഴ്സസ് 39. സ്തോത്രം. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 39-ാം വാക്യം ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. പഴയ വാതിലും മീൻവാതിലും ഹനനേലിൻ്റെ ഗോപുരവും ഹമ്മയ ഗോപുരവും കടന്ന് ആട്ടിൻ വാതിൽ വരെയും ചെന്ന് അവർ കാരാഗ്രഹ വാതിക്കൽ നിന്നു. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ദൂതിൻ്റെ തലക്കെട്ട് ഇതാണ്: ദ പ്രിസൺ ഗേറ്റ്, കാരാഗ്രഹ വാതിൽ. ഒരിക്കൽ കൂടെ ഇന്ന് നാം കേൾക്കുന്ന ദൂതിൻ്റെ സ്തോത്രം തലക്കെട്ട് ഇതാണ്: കാരാഗ്രഹ വാതിൽ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കാരാഗ്രഹ വാതിൽ. നമ്മുടെ നന്മ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, ദൈവം തന്നിട്ടുള്ള നന്മ, ദൈവം തന്നിട്ടുള്ള അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, ലോകത്തിൻ്റെയും സാത്താൻ്റെയും തിന്മ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കാതിരിപ്പാൻ നമുക്ക് ചുറ്റും ഒരു വേലിയുണ്ട്. മറ്റുള്ളവരെ പോലെ, ദേശക്കാരെ പോലെ, സ്തോത്രം, ശേഷം മനുഷ്യരെ പോലെ യാതൊരു വ്യത്യാസമില്ലാതെ ജീവിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ചന്തയിൽ പറയുന്ന ഭാഷയും ദേശത്ത് കിടക്കുന്നതായ ജനത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ജീവിക്കുന്നതല്ലല്ലോ ക്രിസ്തീയ ജീവിതം. മാനസാന്തരപ്പെട്ടെങ്കിൽ അതിൻ്റെ ഫലമുണ്ട്. നിങ്ങൾ ഒരുവനെ തിരിച്ചറിയുന്നത് ചർച്ചിൽ വന്നിരിക്കുന്ന സ്ഥലം നോക്കിയല്ല, പകരം അവൻ്റെ ജീവിതത്തിൻ്റെ ഫലം കൊണ്ടാണ്. ലൂക്കോസ് 6:44, മത്തായി 7:20 പറയുന്നു, ഫലത്താലല്ലോ വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. ചെറുക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരമില്ല. സ്തോത്രം. വിദ്യാഭ്യാസം നോക്കിയല്ല അവരെ തിരിച്ചറിയുന്നത്, കുടുംബം നോക്കിയല്ല അവരെ തിരിച്ചറിയുന്നത്, ചേർച്ചിൻ്റെ അറ്റൻഡൻസ് നോക്കിയല്ല തിരിച്ചറിയുന്നത്, നിങ്ങളുടെ ജീവിതം നോക്കിയാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല. ചന്തയിൽ എന്തെല്ലാമുണ്ടോ, ദേശത്ത് എന്തെല്ലാമുണ്ടോ, അതല്ല ദൈവമക്കൾക്കുള്ളത്. ദർ ഈസ് എ ഹോളി സെപ്പറേഷൻ. ഒരു വലിയ വ്യതിയാനവും വ്യത്യാസവും ദൈവത്തിൻ്റെ മക്കളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പള്ളി മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഒരിക്കൽ കൂടെ, പള്ളി മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം. അടിസ്ഥാനപരമായി ജീവിത ശൈലി മാറുന്നതാണ് ക്രിസ്തീയ ജീവിതം. പണ്ട് കള്ളം പറയുമായിരുന്നു, ഇപ്പോൾ വിശുദ്ധ കള്ളം പറയുന്നു. പണ്ട് അസൂയ ഉണ്ടായിരുന്നു, ഇപ്പോൾ വിശുദ്ധ അസൂയയായി. പണ്ട് പാര വയ്ക്കുമായിരുന്നു, ഇപ്പോൾ കൂടെ നിന്ന് ചതിക്കുന്നു. നോ, സ്തോത്രം, അതല്ല ക്രിസ്തീയ ജീവിതം. കാരണം തുറന്ന് കിടക്കുന്ന വയലല്ല ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ജനം. ഞാൻ ആവർത്തിക്കുന്നു, തുറന്ന് കിടക്കുന്ന വയലല്ല ദൈവത്തിൻ്റെ ജനം, പകരം കെട്ടി അടച്ച തോട്ടമാണ് ദൈവത്തിൻ്റെ ജനം. സോ ദർ ഇസ് എ ഫെൻസിങ്, ഒരു മതിൽ നമുക്ക് ചുറ്റുമുണ്ട്. ഉത്തമഗീതം 4:12 പറയുന്നു, കെട്ടി അടച്ച തോട്ടമാണ് സ്തോത്രം ദൈവത്തിൻ്റെ ജനം. അതുകൊണ്ട് അവർക്ക് ചുറ്റും മതിലുണ്ട്. ആ മതിലുകൾക്ക് ഓരോ ഗേറ്റുമുണ്ട്. 2600 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് യെരൂശലേം പട്ടണത്തിന് ചുറ്റും സ്തോത്രം അതേ മതിൽ പണിവാനായി ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കുകയുണ്ടായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായി അങ്ങ് ദൂരെ വലിയൊരു രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യനെ ദൈവമായ കർത്താവ് നിയോഗിക്കുകയുണ്ടായി. ഈ പട്ടണത്തെ നോക്കി ദൈവകൃപയാൽ ഞാൻ പ്രവചിച്ച് പറയട്ടെ, പാരമ്പര്യം കാണത്തില്ല, പാസ്റ്റർ മക്കളാകത്തില്ല, പക്ഷേ അൺഎക്സ്പെക്റ്റഡായി പ്രതീക്ഷിക്കാത്ത ഏതോ നിയോഗങ്ങൾ ആരുടെയൊക്കെയോ മേൽ ഈ ദിവസങ്ങളിൽ ദൈവകൃപയാൽ വെളിപ്പെടും. അതാണ് എൻഡ് ടൈം മൂവ്മെന്റിന്റെ പ്രത്യേകത. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുമ്പോൾ സ്തോത്രം പ്രതീക്ഷിക്കാത്ത വ്യക്തിയിലൂടെ, പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങളുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവകൃപയാൽ വെളിപ്പെടുമെന്ന് ദൈവകൃപയാൽ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. ഇന്ന് കാണുന്നതായ അതേ ടർക്കിഷ് രാജാവ് അല്ലെങ്കിൽ ഓട്ടോമൻ എംപറർ, അദ്ദേഹം പണിതത് 4 വർഷം കൊണ്ടാണ് ഇന്ന് കാണുന്നതായ മതിൽ പണിതത്. ദൈവമില്ലാത്തവൻ പണിതത് 4 വർഷം കൊണ്ടാണ് ആ മതിലെങ്കിൽ ദൈവമുള്ളതായ നെഹമ്യ പണിതത് ജസ്റ്റ് 52 ദിവസം കൊണ്ടാണ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, ദൈവമില്ലാത്തവൻ ദീർഘകാലം കൊണ്ട് നേടുന്നത് ചില ദിവസം കൊണ്ട് നിന്റെ വീട്ടിൽ, നിന്റെ പദവിയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ സഭയിൽ എത്തിക്കുവാൻ കൊണ്ട് ദൈവത്തിന് കഴിയും. കാരണം ദൈവം നാച്ചുറൽ അല്ല, ദൈവം സൂപ്പർ നാച്ചുറൽ ആണ്. ദൈവം സൂപ്പർ നാച്ചുറലായി നിന്റെ ജീവിതത്തിൽ ചലിക്കുമ്പോൾ ഒരു ഡിവൈൻ ആക്സിലറേഷൻ, ഒരു ഡിവൈൻ വേഗത, ഒരു ഡിവൈൻ ആക്സിലറേഷൻ നിന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടുക തന്നെ ചെയ്യാം. അങ്ങനെ ചണ്ഡി കുമ്പാരത്തിൽ നിന്ന് 52 ദിവസം കൊണ്ട് യെരൂശലേമിൻ്റെ മതിലിനെ ഉയർത്തുവാൻ ദൈവമായ കർത്താവ് സ്തോത്രം നെഹമ്യാവിനെ തൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. തൻ്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല, തൻ്റെ കൂടെ സൈന്യം ഉണ്ടായിരുന്നില്ല, പല
പല സ്വാധീനങ്ങളില്ലായിരുന്നു. പക്ഷേ പലതും ഇല്ല 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 എന്ന് പറയുമ്പോൾ തന്നെ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? വേറെ ആരും നിങ്ങൾക്കില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ലൈഫ് തോറ്റതല്ല, പകരം ലൈഫ് ജയിച്ചതത്രേ. ഒരിക്കൽ കൂടെ, വേറെ ആരുമില്ലെങ്കിലും സ്തോത്രം, അതെ, ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എങ്കിൽ ജീവിതം തോറ്റതല്ല, ജീവിതം ജയിച്ചതത്രേ. ജീവിതം ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. 12 വാതിലുകൾ കാണാൻ നെഹെമ്യാവ് പണിതത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്റർനെറ്റിൽ ഒരു പക്ഷേ 10 വാതിലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഗോ ബാക്ക് ആൻഡ് റീഡ് യുവർ ബൈബിൾ. വേദപുസ്തകം വായിക്കുമ്പോൾ 12 വാതിലുകളാണ് സ്തോത്രം, അതെ, വിശുദ്ധ തിരുവെഴുത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 12 അത് ദൈവിക ഗവൺമെന്റിന്റെ സംഖ്യയാണ്. 12 ദൈവിക അധികാരത്തിന്റെ സംഖ്യയാണ്. ആരും മിണ്ടുന്നില്ല. 12 ദൈവിക അധികാരത്തിന്റെ സംഖ്യയാണ്, ദൈവിക ഗവൺമെന്റിന്റെ സംഖ്യയാണ്. എൻ്റെ ദൈവം അധികാരത്തിന്റെ ദൈവമാണ്. അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെടണം. പക്ഷേ അപ്പുറത്ത് അധികാരിയുടെ മുൻപിൽ നീ കുനിഞ്ഞു നിൽക്കത്തില്ല. കാരണം സ്വർഗത്തിലും ഭൂമിയിലും സർവ്വാധികാരം നൽകിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അധികാരികളുടെ നടുവിൽ നിനക്ക് ജയമുണ്ട്. ഒന്നാമത്തെ ഗേറ്റ് സ്തോത്രം നെഹെമ്യാ പണിതത് ആട്ടിൻ വാതിലാണ്. ആട്ടിൻ വാതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ ലോർഡ്ഷിപ്പ്, യേശുവിന്റെ കർത്തൃത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. കാരണം ആട്ടിൻ വാതിലൂടെയാണ് ആടിനെയും മാടിനെയും കൊണ്ടുവന്ന് ഈ യാഗങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ആട്ടിൻ വാതിലൂടെയാണ് ആടുകൾ കടന്നു വരുന്നത്. കാണുന്ന ഏതെങ്കിലും വാതിലൂടെ എങ്ങനെയെങ്കിലും അല്ല ആടും മാടും കടന്നു വന്ന് ആരാധിക്കുന്നത്. അർത്ഥം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഓർഡറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അച്ചടക്കമുണ്ട്. ആരെങ്കിലും ആമേൻ പറഞ്ഞേ. ആട്ടിൻ വാതിലൂടെ സ്തോത്രം ആടുകൾ കടന്നു വരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം അർപ്പിപ്പാൻ. സോ ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യം ട്യൂഷൻ അല്ല, സ്കൂളല്ല, കോളേജല്ല, വിസയല്ല, പണമല്ല, മൾട്ടിനാഷണൽ ടെക്നോപാർക്ക് കമ്പനിയിലെ ജോലിയല്ല. ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യം ആരാധനയത്രേ. അടുപ്പില്ലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. എന്നാൽ ആരാധനയുണ്ടെങ്കിൽ നിന്റെ കലത്തിന് മാവ് കുറഞ്ഞു പോകത്തില്ല, നിന്റെ ഫലത്തിന് എണ്ണ തീർന്നു പോകത്തുമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഞായറാഴ്ചയാണോ ദൈവത്തെ സത്യത്തിനും ആത്മാവിലും ആരാധിപ്പാൻ ആലയത്തിൽ ഉണ്ടായിരിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. രണ്ടാമത് നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്. രണ്ടാമത്തെ ഗേറ്റാണ് ഫിഷ് ഗേറ്റ്, അഥവാ സ്തോത്രം ഇവാഞ്ചലിസം. ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞെങ്കിൽ ഫിഷ് ഗേറ്റ് ദൈവത്തിൻ്റെ സഭ ഇവാഞ്ചലിസത്തിലാണ്, സുവിശേഷീകരണത്തിൽ ആണ് ആയിരിക്കുന്നത്. അർത്ഥം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്നത് നിങ്ങളെല്ലാവരും സ്തോത്രം നിങ്ങളെ ആക്കുന്ന സ്ഥലത്ത് അയക്കുന്ന സ്ഥാനത്ത് ദൈവകൃപയാൽ കർത്താവിൻ്റെ ശബ്ദമായി, സുവിശേഷ ശബ്ദമായി ദൈവകൃപയാൽ നിൽക്കുന്നു. സ്തോത്രം. ഫിഷ് ഗേറ്റ് അഥവാ മീൻ ഗേറ്റ്, മീൻ വാതിൽ. മൂന്നാമതായി ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. ഒരിക്കലും മാറ്റമില്ലാത്തതായ പഴയ പ്രിൻസിപ്പിൾ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. നാട് മാറിയാലും ആ തത്വങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അതെ, നമ്മുടെ ദൈവം ലോക്കലല്ല, നമ്മുടെ ദൈവം യൂണിവേഴ്സൽ അത്രേ. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനത്തിന് വ്യത്യാസമില്ല. അതുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തെ ജീവിതത്തിൽ സൂക്ഷിക്കുക. വീട്ടിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ, ഹോസ്റ്റലിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ് ഒരിക്കലും സ്തോത്രം ദൈവകൃപ നഷ്ടപ്പെടല്. നാട്ടിലാകട്ടെ, ഹോസ്റ്റലാകട്ടെ, സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ഈ പുസ്തകം ഉയർത്തി തല ഉയർത്തി നിന്നാട്ടെ. നിന്റെ ചുറ്റുമുള്ളവരെ തല കുനിയുമ്പോഴും ദൈവകൃപയാൽ നിനക്ക് ജയിച്ചു നിൽപ്പാൻ തക്കോണം കഴിയും. ഹല്ലേലൂയ. ഓൾഡ് ഗേറ്റ്, പഴയ വാതിൽ. നാലാമത് വാലി ഗേറ്റ് അഥവാ താഴ്വര വാതിൽ. ജീവിതങ്ങൾക്ക് എല്ലാവർക്കും താഴ്വരയുണ്ട്, എല്ലാ കുടുംബങ്ങൾക്കും താഴ്വരയുണ്ട്, എല്ലാ ശുശ്രൂഷയ്ക്കും താഴ്വരയുണ്ട്. ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, താഴ്വരയിൽ വിടർന്ന് നിൽക്കുന്ന താമരപ്പൂവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആസ്തി താഴ്വരയിലൂടെ കടന്നുപോയാൽ നിങ്ങൾ ഒരിക്കലും പരിഹാസപാത്രമായി ഒരിക്കലും തകർന്ന് കിടക്കത്തില്ല. ആ താഴ്വരയുടെ ഒരു ചലനം ദൈവം നൽകി തരും. താഴ്വരയിലാണ് ദൈവം നിങ്ങളെ പലതും പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ താഴ്ചയിൽ, ജീവിതത്തിന്റെ താഴ്വരകളിൽ, അതേ, സെമിനാരിക്കും പഠിപ്പിക്കാൻ കഴിയാത്തത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പഠിപ്പിക്കും. Thank God for our valleys, നമ്മുടെ താഴ്വരകൾക്കായി സ്തോത്രം. അഞ്ചാമതായി നമ്മൾ കേട്ടു ഡങ്കേറ്റ് അഥവാ കുപ്പവാതിൽ. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നതല്ല അനുഗ്രഹം. ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, ആവശ്യമില്ലാത്ത ചാറ്റിങ്, ആവശ്യമില്ലാത്തതായ കാര്യാദികൾ ചേർത്ത് വെക്കുന്നതല്ല അനുഗ്രഹം. ആവശ്യമില്ലാത്തതിനെ ദൂരേക്ക് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം.
അടുത്തിരിക്കുന്നവരെ നോക്കാതെ എന്നെ നോക്കിയാട്ടെ. ആവശ്യമില്ലാത്തത് ദൂരേക്ക് എറിഞ്ഞു കളയുന്നതാണ് അനുഗ്രഹം. അത് ക്ലെൻസിങ് ആണ്. ദൈവകൃപയാൽ സ്തോത്രം. അത് ശുദ്ധീകരണത്തെയാണ് കുറിക്കുന്നത്. തൊട്ടടുത്ത ഫൗണ്ടൻ ഗേറ്റ്, ഉറവവാതിൽ, അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ആവർത്തിച്ച് ഞാൻ പറയുന്നത് ഒരിക്കലും മറന്നു പോകല്ല്. അത് കെട്ടി നിൽക്കുന്ന വെള്ളമല്ല. അതെ, ഫൗണ്ടൻ ഗേറ്റ്, ഉറവവാതിൽ, അത് ഒഴുക്ക് വെള്ളമാണ്. ഇന്ന് പകലും ഈ സർവീസിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുകയാണ്. ശോഭൻ സാറ് സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നത് ഞാൻ മനസ്സിലാക്കി. യെസ്, ഹല്ലേലൂയ. കെട്ടി നിൽക്കുന്ന വെള്ളമല്ല പരിശുദ്ധാത്മാവ്. അവൻ ചലിക്കുന്ന ഒഴുക്ക് വെള്ളമാണ്. അശുദ്ധി കൊണ്ട് നിറയപ്പെട്ട ലോകത്തിൽ അശുദ്ധികൾ നിന്നിലും എന്നിലും തിങ്ങി നിൽക്കാതെ അടിച്ചു കളയുവാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഒഴുക്കി കളയുന്ന പരിശുദ്ധാത്മാവിനായി സ്തോത്രം. വീണ്ടും സ്തോത്രം. ഏഴാമതായി വാട്ടർ ഗേറ്റ്. റിച്ചാർഡ് നിക്സണുമായി നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് വാട്ടർ ഗേറ്റ്. റിച്ചാർഡ് നിക്സൺ എന്ന അമേരിക്കൻ പ്രസിഡന്റ് രാജിവെച്ചത് വാട്ടർ ഗേറ്റ് സംഭവത്തിലാണ്. പക്ഷേ ഈ വാട്ടർ ഗേറ്റ്, ഈ സ്തോത്രം, നീർവാതിൽ ദൈവത്തിന്റെ വചനത്തെയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം കേൾക്കാനുള്ളതല്ല. ആ യൂട്യൂബിൽ കേട്ടു, ഈ ഫേസ്ബുക്കിൽ കേട്ടു, ചർച്ചിൽ വന്ന് കേട്ടു. നോ, നീ യേശുവിനെ സ്നേഹിക്കുന്നു എങ്കിൽ നീ ബൈബിളിനെ സ്നേഹിക്കും. ഒരിക്കൽ കൂടെ, നീ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നീ ബൈബിളിനെ സ്നേഹിക്കും. ബൈബിൾ കഴിഞ്ഞ തിങ്കൾ മുതൽ ശനി വരെ കൈകൊണ്ട് തൊടാത്ത ഒത്തിരി എണ്ണം എൻ്റെ മുൻപിൽ ഇരിക്കുന്നു. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിങ്ങൾ പിന്മാറ്റത്തിലാണ്. കാരണം വേദപുസ്തകം, ഒരിക്കൽ കൂടെ, വേദപുസ്തകം തിങ്കൾ മുതൽ ശനി വരെ വായിക്കാത്ത കുട്ടികൾ, യങ്സ്റ്റേഴ്സ്, സഹോദരന്മാരെ, നിങ്ങൾ പിന്മാറ്റത്തിലാണ്. തല ഉയർത്തി നോക്കിയാടെ സ്തോത്രം. നീ യേശുവിനെ അംഗീകരിച്ചുവെങ്കിൽ നീ ബൈബിളിനെ അംഗീകരിക്കുക. പ്രാർത്ഥിക്കുന്നത് ഏത് ഏകാഗ്രതയിലാണോ അതേ ഏകാഗ്രതയിൽ ബൈബിൾ വായിച്ചാട്ടെ. ബൈബിൾ നിന്നെ വായിക്കുന്നു, ബൈബിൾ നിന്നെ പണിയുന്നു, ബൈബിൾ നിന്നെ കഴുകുന്നു, ബൈബിൾ നിന്നെ ശുദ്ധീകരിക്കുന്നു. അതേ സ്തോത്രം. വാട്ടർ ഗേറ്റ് അഥവാ നീർവാതിൽ. എട്ടാമത്തെ വാതിൽ സ്തോത്രം, ഹോഴ്സ് ഗേറ്റ്. ഹോഴ്സ് ഗേറ്റ് അഥവാ കുതിരവാതിൽ. നിങ്ങൾ ഭാരം ചുമക്കുന്നതായ കഴുതകളല്ല, മഹാരാജാവിനെ ചുമക്കുന്നതായ കഴുതകളത്രേ. യുദ്ധകളത്തിൽ പാഞ്ഞു ചെല്ലുന്നതായ അതേ കുതിരകളെ പോലെ എത്ര പ്രശ്നങ്ങൾ വന്നാലും, എത്ര പോരുകൾ വന്നാലും, എത്ര അപവാദങ്ങൾ വന്നാലും, നോ വേ, നിന്നെ എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, തടയുവാൻ കഴിയത്തില്ല, തോൽപ്പിക്കാൻ കഴിയത്തില്ല. ക്രിസ്തു യേശുവിൽ നമുക്ക് പൂർണ്ണ ജയമുണ്ട്. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, കരങ്ങൾ അടിക്കാൻ അറിയാത്തവർ വീട്ടിൽ വെക്കോ, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്ക്. ഹല്ലേലൂയ. ഒൻപതാമതാം ഈസ്റ്റേൺ ഗേറ്റ്. അതേ, കിഴക്കേ വാതിൽ. ഇന്ന് പകൽക്കാലവും സ്തോത്രം, യെരുശലേമിൽ നിങ്ങൾ പോയാൽ കിഴക്കേ വാതിൽ അടഞ്ഞു കിടക്കുന്നത് കാണുവാൻ കഴിയും. ഈ തലമുറയോട്, ലോകരാജ്യങ്ങളോട് അടഞ്ഞു കിടക്കുന്ന കിഴക്കേ വാതിൽ പറയുന്നത് ദ കിങ് ഈസ് ഓൺ ദ വേ. രാജാവ് വന്നുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് നേഷൻ ആ വാതിലിനെ തുറക്കുവാൻ കഴിയത്തില്ല. ഡൊണാൾഡ് ട്രംപിനോ വ്ളാഡിമിർ പുടിനോ വേറെ ഏതെങ്കിലും പ്രസിഡന്റിനോ അതിനെ തുറക്കുവാൻ കഴിയത്തില്ല. എന്നാൽ സ്തോത്രം, രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ദൈവസഭയുമായി, ദൈവത്തിന്റെ വിശുദ്ധന്മാരുമായി, ദൈവത്തിന്റെ ദൂതന്മാരായി ഒരു മലയിൽ വന്നു നിൽക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഭൂകമ്പം ഉണ്ടാകും. അടഞ്ഞു കിടക്കുന്ന കിഴക്കേ വാതിൽ തുറക്കപ്പെടും. The king is on the way. പത്താമതായി നമ്മൾ കേട്ടു ഇൻസ്പെക്ഷൻ ഗേറ്റ്. ഒരു പരിശോധനാ വാതിലുണ്ട്. മനുഷ്യന്റെ മുൻപിൽ നമുക്ക് രക്ഷപ്പെടാം, മനുഷ്യന്റെ മുൻപിൽ ചിരിച്ചും കളിച്ചും നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. നിങ്ങൾ ഞാനും പഠിക്കുന്നതായി ഓരോ പണിയും തീയിലൂടെ ശോധന ചെയ്യും. പുല്ല് കൊണ്ടാണോ, വൈക്കോൽ കൊണ്ടാണോ, മരം കൊണ്ടാണോ പണിയുന്നത്, അത് മുഴുവൻ വെന്ത വെണ്ണീരായി തീരും. സ്തോത്രം. അതെ, 50% ഫേക്കാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, സഭയിൽ ഇന്ന് കാണുന്ന, ശുശ്രൂഷയിൽ ഇന്ന് കാണുന്ന 50% ഫേക്കാണ്. 50% മാത്രമേ പ്രതിഫലം കാണത്തുള്ളൂ. അതുകൊണ്ട് എന്റെയും നിന്റെ പണി വെള്ളി കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ സ്വർണം കൊണ്ടാകട്ടെ, അല്ലെങ്കിൽ വിലയേറിയ കല്ല് കൊണ്ടാകട്ടെ, ഭയത്തോടെ കേൾക്കേണ്ടതായ ദൂത് മനുഷ്യന്റെ മുമ്പിൽ എങ്ങനെ കെട്ടിപ്പോക്കുമെന്നല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിതം എങ്ങനെയായിരിക്കും? ദൈവം കാര്യം ചോദിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ചിലർ മിണ്ടുന്നില്ല. ദൈവം കാര്യം ചോദിക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? 11ാം വാതിൽ കഴിഞ്ഞ ആഴ്ച ഗംഭീരമായി നമ്മൾ കേൾക്കുകയുണ്ടായി. എഫ്രീം വാതിൽ. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് കരയാനല്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് പകരീതി മാനസിക രോഗിയെ പോലെ ദുഃഖിച്ചും കരഞ്ഞും പിഴിഞ്ഞും നടക്കാനല്ല, മറ്റുള്ള മുൻപിൽ തലകുനിവാനല്ല. പകരം ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് യോഹന്നാൻ 10:10 പറയുന്നു, ജീവൻ
ജീവനും സമൃദ്ധിയായ ജീവനും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ജീവനും സമൃദ്ധിയായ ജീവനും. ഒരിക്കൽ കൂടെ, ജീവനും സമൃദ്ധിയായ ജീവനും. അർത്ഥം സ്തോത്രം, യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒരു എഫ്രീം വാതിലിന്റെ അനുഭവം നിങ്ങൾക്കുണ്ടായിരിക്കും. എഫ്രീം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ്. ഒരു ഏരിയ പോലും ഒഴിഞ്ഞും ശൂന്യമായിട്ടല്ല കിടക്കുന്നത്. യേശുണ്ടോ നിശ്ചയമായിട്ട് ഇവിടെ ഫ്രൂട്ട്ഫുൾനെസ് ഉണ്ടായിരിക്കും. സ്തോത്രം. ഒടുവിലായി അവസാനമായി ഈ സീരീസിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, കാരാഗ്രഹ വാതിൽ. എന്താ കാരാഗ്രഹ വാതിലിന്റെ പ്രത്യേകത? കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ചാട്ടെ. കാരാഗ്രഹം ഒരു നല്ല കാര്യമല്ല. കാരാഗ്രഹം സ്തോത്രം ഒരു നല്ല സ്ഥലമല്ല. കാരാഗ്രഹം ആർക്കും സ്തോത്രം ആരും പ്രിയപ്പെടുന്നതായ സ്ഥലമല്ല. പക്ഷെ വേദപുസ്തകത്തിന്റെ ആരംഭ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കാരാഗ്രഹത്തിന്റെ സ്പർശനം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസെഫ് കാരാഗ്രഹത്തിലായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ സ്തോത്രം യോഹന്നാൻ കാരാഗ്രഹത്തിന്റെ തത്തുല്യമായതായ അതേ പത്മോസ് ദ്വീപിൽ ആയിരുന്നു. കാരാഗ്രഹങ്ങൾ ലൈഫിൽ കടന്നു വരാം. ആരോ നിരാശയിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിരാശ നിനക്ക് കാരാഗ്രഹമായിരിക്കുന്നു. ആരോ നഷ്ടത്തിന്റെ കാരാഗ്രഹത്തിലായിരിക്കുന്നു. ആരോ സാമ്പത്തികമായ തകർച്ചയുടെയും ലോണിന്റെയും കടഭാരത്തിന്റെയും അതേ സ്തോത്രം കാരാഗ്രഹത്തിലായിരിക്കുന്നു. ആരോ രോഗങ്ങളുടെ കാരാഗ്രഹത്തിൽ ആയിരിക്കുന്നു. എന്നാൽ മനസ്സിലാക്കണമേ, സ്തോത്രം, നിങ്ങളുടെ ലൈഫിൽ തിന്മയ്ക്കായി കടന്നു വരുന്നതായ കാരാഗ്രഹങ്ങളെ നന്മയ്ക്കാക്കി തീർപ്പാൻ കഴിവുള്ളവനാണ് കർത്താവ്. കാരാഗ്രഹം സ്തോത്രം. ആ പോയിന്റിലേക്ക് വരുന്നതിന് മുൻപ്, കാരാഗ്രഹം മിക്കവാറും സിംബലൈസ് ചെയ്യുന്നത്, കാരാഗ്രഹം മിക്കവാറും അടയാളമാക്കുന്നത് അത് കഷ്ടതയാണ് കാണിക്കുന്നത്. കഷ്ടതയാണ് കാണിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ വളരെ ശ്രദ്ധിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നത് സഫറിംഗ് ഗോസ്പൽ അല്ല, കഷ്ടതയുടെ സുവിശേഷമല്ല ഞാൻ പറയുന്നത്. പകരം ഞാൻ പറയുന്നത് തേജസ്സിന്റെ സുവിശേഷമാണ്. എല്ലാവരും പറഞ്ഞാട്ട്, തേജസ്സിന്റെ സുവിശേഷം, ദ ഗ്ലോറിയസ് ഗോസ്പൽ, തേജസ്സിന്റെ സുവിശേഷം. അതിന്റെ മറ്റൊരു പേരാണ് കിങ്ഡം ഗോസ്പൽ അഥവാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം. അതിന്റെ മൂന്നാമത് വേറൊരു പേരാണ് കൃപയുടെ സുവിശേഷം. കൃപയുടെ സുവിശേഷത്തിൽ, അതെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിൽ, തേജസ്സിന്റെ സുവിശേഷത്തിൽ കഷ്ടതയല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. കഷ്ടത കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ ജീവിതം. കാരണം ദിസ് ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് ലാമെന്റേഷൻ. ഇതൊരു കഷ്ടതയുടെ പുസ്തകമല്ല, ഇതൊരു വിലാപ പുസ്തകമല്ല. പകരം ഇതൊരു മഹത്വത്തിന്റെ പുസ്തകമാണ്. എന്നാൽ എവിടെയാണോ കഷ്ടതയുള്ളത് അവിടെ നിശ്ചയമായിട്ടും സ്തോത്രം ദൈവത്തിന്റെ കൃപയാൽ മഹത്വമുണ്ട്. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ സ്തോത്രം 13-ാം വാക്യം വായിച്ചാട്ടെ. 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിപ്പാൻ ഇടവരും. അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ ഉല്ലസിപ്പാൻ ഇടവരും. അർത്ഥം സ്തോത്രം, there is a connection between suffering and glory. അതെ, സ്തോത്രം, കഷ്ടതയും മഹത്വവും തമ്മിൽ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും. നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന കണക്ഷൻ അതെ സഫറിംഗ് അല്ല. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഏതോ കഷ്ടതയല്ല, നിങ്ങൾ വരുത്തി വെക്കുന്നതല്ല. പകരം ഈ വചനത്തിന് വേണ്ടി, യേശു കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാസമോ നിന്ദയോ കഷ്ടമോ വരുന്നെങ്കിൽ എത്ര വലിപ്പത്തിലാണോ ആ കഷ്ടത ഈ ഭൂമിയിൽ അനുഭവിക്കുന്നത്, അത്ര വലിയ മഹത്വമായിരിക്കും നിത്യതയെ നിങ്ങൾ ചുമക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് മുമ്പാകെ നിത്യതയിൽ കടന്നുപോയതായ സകല ഭക്തന്മാരും, കഴിഞ്ഞ തലമുറ മാത്രമല്ല ആദ്യ നൂറ്റാണ്ട് മുതലുള്ളതായ സകലരും അവർ കഷ്ടതയുടെ പാതയിലൂടെയാണ് കടന്നുപോയത്. റോമർക്ക് ലേഖനം 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ തിരുവചനം പറയുന്നു, സ്തോത്രം, റോമർ 8:18 വായിക്കുമ്പോൾ, ഞൊടി നേരത്തേക്കുള്ള കഷ്ടം നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലഘട്ടത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്ന്. ഹല്ലേലൂയ. ഞൊടി നേരത്തേക്കുള്ളതായ കഷ്ടം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കമേ, നിങ്ങൾക്ക് കണ്ണുനീരില്ലാത്ത, നെടുവീർപ്പില്ലാത്ത, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത ഒരു നിത്യതയുടെ ലോകത്തിൽ ചേർപ്പാൻ യേശു വേഗം വരുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കഷ്ടതയുണ്ട്. യേശു കർത്താവിന്റെ കൃപയിലായിരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ 3 അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. പൗലോസ് ഒരു സാധാ മനുഷ്യനല്ല. പൗലോസിന് പണം എന്തെന്നറിയാം, പദവി എന്തെന്നറിയാം, വിദ്യാഭ്യാസം എന്തെന്നറിയാം, പേരെന്തെന്നറിയാം. അത്ര വലിയ ഉന്നതമായ അനുഭവത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് പൗലോസ്. ആ പൗലോസ് 3 അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു. ഫിലിപ്പിയർ 3-ൽ എനിക്ക് അവനെയും, അതായത് യേശുവിനെ എനിക്ക് അനുഭവിക്കണം. നമ്പർ 2, അവന്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയെ എനിക്ക് അനുഭവിക്കണം. നമ്പർ 3, the power of his resurrection, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ അനുഭവിക്കണം. കേട്ടവർ ആമേൻ പറഞ്ഞേ.
3 അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പൗലോസ് പറയുന്നു. ഐ മേ നോ ഹിം, എനിക്ക് അവനെ അനുഭവിക്കണം. ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സഫറിംഗ്, അവൻ്റെ കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയെ അനുഭവിക്കണം. 3, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ എനിക്ക് അനുഭവിക്കണം. യേശുവിനെ അനുഭവിക്കണം, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിക്കണം എന്ന നന്മകൾ മാത്രം പറഞ്ഞല്ല താൻ വിടുന്നത്. ഇടയ്ക്കൊരു സാൻഡ്വിച്ച് പോലെ എന്തുകൊണ്ട്? കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണുള്ളത്? ഇടയ്ക്ക് കഷ്ടാനുഭവങ്ങളെ കൂട്ടായ്മയുണ്ട്. തിരുവചനം പറയുന്നു, കഷ്ടത അനുഭവിപ്പാൻ ദൈവം നമുക്ക് വരം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടമുണ്ട്, എനിക്ക് എൻ്റെ കഷ്ടമുണ്ട്. ഓരോ കുടുംബങ്ങൾക്കും ഓരോ ദൈവദാസന്മാർക്കും അവർക്ക് കഷ്ടതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കഷ്ടതയുണ്ട്, എനിക്ക് എൻ്റെ കഷ്ടതയുണ്ട്. പക്ഷേ വാറണ്ടിയായി ഗ്യാരണ്ടിയായി ഞാൻ പറയട്ടെ, ആ കഷ്ടതയിൽ നീ തൊലഞ്ഞു പോകത്തില്ല, പൊട്ടിപ്പോകത്തില്ല. ഹല്ലേലൂയ. ഷൈൻ ചെയ്യുന്ന ഏത് ദൈവപൈതലിനെ കണ്ടാലും, ഷൈൻ ചെയ്യുന്ന ഏത് സ്തോത്രം വർഷിപ്പ് ലീഡറെ കണ്ടാലും, ഷൈൻ ചെയ്യുന്ന ഏത് പ്രീച്ചറിനെ, ഏത് ദൈവദാസിനെ, ദൈവദാസിയെ, വിശ്വാസി നിങ്ങൾ കണ്ടാലും, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് ഏതോ കഷ്ടത പിന്നിലുള്ളത് കൊണ്ടാണ് അവർ തിളങ്ങിയത്. നോക്കി 12 സങ്കീർത്തനം 6 വാക്യം NIV ന്യൂ ഇന്റർനാഷണൽ വേർഷൻ ഇപ്രകാരം പറയുന്നു. 12 സങ്കീർത്തനം 6 വാക്യം, 12 സങ്കീർത്തനം 6 വാക്യം, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, അത് നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. തെറ്റ്, ട്രാൻസ്ലേഷൻ തെറ്റ്. സ്തോത്രം. അവ ഇങ്ങനെ പറയുന്നു, 7 പ്രാവശ്യം, NIV വായിച്ചു നോക്ക്, 7 പ്രാവശ്യം സ്തോത്രം ശുദ്ധീകരിച്ചതായ റിഫൈൻഡ് ഗോൾഡ് പോലെ. And the word of the Lord are flawless, like a silver purified in a crucible, like gold refined 7 times. The gold refined 7 times. അർത്ഥം 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണം പോലെ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണം. പറഞ്ഞേ, 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണം. സ്തോത്രം. 7 പ്രാവശ്യം ശുദ്ധീകരിച്ച സ്വർണം. സ്തോത്രം. ആൻറ്റി, സഹോദരി, നിന്റെ കയ്യിലും കാലിലും കഴുത്തിലും ചെവിയിലും ഒക്കെ കിടക്കുന്നതായ സ്വർണ്ണം ഉണ്ടല്ലോ, അത് ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയാലും 2, 3 പ്രാവശ്യമായിരിക്കും അത് സ്തോത്രം മൂശയിലൂടെ കയറിപ്പോയത്. അത്രയും പ്രാവശ്യമായിരിക്കും സ്തോത്രം ആ തട്ടാൻ അതിനെ ഉരുക്കിയെടുത്ത് ഒരു ഉരുപ്പടിയാക്കി ഒരു ആഭരണമാക്കിയത്. പക്ഷെ വേദപുസ്തകം പറയുന്നു, ദൈവത്തിന് ആലയത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗോൾഡ് ഉണ്ട്. ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞ അതിന്റെ പേരാണ് ശുക്ലസ്വർണം, റിഫൈൻഡ് ഗോൾഡ്. ആ റിഫൈൻഡ് ഗോൾഡിന്റെ പ്രത്യേകത, അത് 3, 4 പ്രാവശ്യമല്ല, അത് തീയിലൂടെ കയറി ഇറങ്ങുന്നത്, അത് തീയിലൂടെ കയറി ഇറങ്ങുന്നത്, അത് തീയിലൂടെ കയറി ഇറങ്ങുന്നത്. ഈ തലമുറയ്ക്ക് ഇത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ഈ തലമുറയ്ക്ക് അനുഗ്രഹം, പ്രോസ്പെരിറ്റി, നന്മ, വിസ, അതെ കെട്ടിയെടുക്കുന്നത്, കെട്ടിക്കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് പകൽ പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവത്തിന്റെ കൃപയാൽ ദൈവം നിന്നെ ഉപയോഗിപ്പാൻ, ദൈവം നിന്നെ മാനിപ്പാൻ, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ നിനക്കൊരു ഫയറി ഫർണസ് ഉണ്ട്. ആരാണോ സ്തോത്രം ഫ്രിഡ്ജിൽ ഇരിക്കാതെ, കംഫർട്ട് സോണിൽ ഇരിക്കാതെ, അപ്പാ നീ എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ സ്തോത്രം ഇട്ടുകൊടുക്കുന്നത്, ദൈവം നിന്നെ ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കൽ കൂടെ, ദൈവം നിന്നെ ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്. പ്രസംഗിപ്പാൻ ഇത് വളരെ എളുപ്പമാണ്, കേൾക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ 4, 5 പ്രാവശ്യം അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ മറ്റ് നിന്റെ സാധാരണ ആഭരണത്തെക്കാൾ, നിന്റെ സ്തോത്രം വളയേക്കാൾ, നിന്റെ മാലയേക്കാൾ അത് ഭയങ്കരമായി 4-5 പ്രാവശ്യം കഴിയുമ്പോൾ വെട്ടി തിളങ്ങും. ഒരു 6 പ്രാവശ്യമാകുമ്പോൾ ചുറ്റുമുള്ളതായ സകല വസ്തുക്കൾ അതിലിങ്ങനെ ചെറുതായി റിഫ്ലക്ട് ചെയ്ത് തുടങ്ങും. ചുറ്റുമുള്ളതായ വസ്തുക്കൾ ഒരു കണ്ണാടിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ സ്തോത്രം അതേ അല്പം ഭംഗിയായി അത് റിഫ്ലക്ട് ചെയ്യും. എന്നാൽ ശ്രദ്ധിക്കുക, 7 പ്രാവശ്യമാകുമ്പോൾ തട്ടാന്റെ മുഖം ആ സ്വർണ്ണത്തിൽ തെളിഞ്ഞു വരും. 7 പ്രാവശ്യമാകുമ്പോൾ തട്ടാന്റെ മുഖം അതിൽ തെളിഞ്ഞു വരും. ദൂതിതാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ ക്രിസ്തുവിന്റെ മുഖം നിന്റെ ലൈഫിൽ തെളിഞ്ഞു വരുവാൻ, ക്രിസ്തുവിന്റെ പദ്ധതി നിന്റെ കുടുംബത്തിൽ തെളിവാൻ, ക്രിസ്തുവിന്റെ പദ്ധതി നിന്റെ തലമുറയിൽ തെളിവാൻ ചിലപ്പോൾ അവർ തീയിലൂടെ അവൻ നിന്നെ കടത്തിവിട്. In the name of Jesus. ജീവിതത്തിൽ തീയുണ്ടോ, നീ പട്ടുപോകത്തില്ല, നീ കെട്ടുപോകത്തില്ല. ജീവിതത്തിൽ തീയുണ്ടോ, നീ ഒരിക്കലും സ്തോത്രം അതേ ചാരമായി പോകത്തില്ല. പരിഹസിക്കുന്നവർ കണ്ടേക്കാം, കൂടെ നിന്ന് കുറ്റം പറയുന്നവർ കണ്ടേക്കാം, തൂക്കി നോക്കുന്നവർ കണ്ടേക്കാം, ഒറ്റപ്പെടുത്തുന്നവർ കണ്ടേക്കാം, ചതിക്കുന്നവർ കണ്ടേക്കാം. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഇമ്മാനുവേൽ എങ്ങാണ്ടല്ല, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.
Come on. Hallelujah. Hallelujah. ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും കരങ്ങളെ ഉയർത്തിയോട്ടെ. എനിക്ക് ദൈവനാമത്വത്തിന് ഈ തലമുറയിൽ ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളും എല്ലാ സഹോദരങ്ങളും കരങ്ങളെ ഉയർത്തിയോട്ടെ. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് പറയാമായിരുന്നു. എന്നാൽ സ്തോത്രം, ദൈവം എന്നെ തിലക്കത്തോട് ഉപയോഗിക്കണമെന്ന് പറയുന്ന ആരുണ്ടോ മനസ്സിലാക്കുന്ന ഒരു ഫയറി ഫർണസ് നിനക്കായി കാത്തിരിക്കുന്ന ആ 3 എബ്രായ ബാലന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുമായിരുന്നു, ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നാഷണൽ ഫിഗേഴ്സായി. അന്യദേശമാണ്, അന്യ സ്ഥലമാണ്, വേറൊരു കൾച്ചറാണ്, വേറൊരു ഭാഷയാണ്, ജാത്യത്തെ രാജാവാണ്, ആരും അനുകൂലരായില്ല. അപ്പനെ അവർ കൊന്നു കാണും, അമ്മയെ കൊന്നു കാണും, കുടുംബം മുഴുവൻ തകർന്നതാണ്, ഞങ്ങളുടെ പട്ടണവും രാജ്യവും തകർന്നതാണ്. അടിമകളായിട്ടാണ് നെബൂഖദ്നേസർ ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്നത്. അടിമകളായിട്ടാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്നത്. ശ്രദ്ധിക്ക്. പക്ഷേ ഞങ്ങൾ നിന്നത് സ്വന്തം ഫ്ലഷിന് വേണ്ടിയല്ല, സ്വന്തം ഇംഗിതത്തിന് വേണ്ടിയല്ല, പ്രമാണത്തിന് വേണ്ടി ഞങ്ങൾ നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയെ ഞാൻ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, സ്വന്തം സീറ്റിന്, സ്വന്തം സ്ഥാനത്തിന്, സ്വന്തം മാനത്തിന് വേണ്ടി നിൽക്കാതെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നീ നിൽക്കുന്നെങ്കിൽ ഏത് തീച്ചൂളയെങ്കിലും നീ ഒറ്റക്കല്ല നിൽക്കുന്നത്. ഒരുവൻ നിന്റെ കൂടെ ഇറങ്ങി നൽകുക. ഞാൻ സ്ഥിരം പറയും, വർഷങ്ങൾക്ക് മുമ്പ് പ്രീച്ചേഴ്സ്, പെന്തക്കോസ്റ്റൽ പ്രീച്ചേഴ്സ് ഇങ്ങനെ പറയുമായിരുന്നു, തീച്ചുളയിൽ അവൻ 4-മനായി ഇറങ്ങി നിന്ന്. തീച്ചുളയിൽ അവൻ 4-മനായി ഇറങ്ങി നിന്ന്. അത് കേട്ടിട്ടുള്ള കരങ്ങൾ ഉയർത്തിയാട്ടെ. തീച്ചുളയിൽ അവൻ 4-മനായി ഇറങ്ങി നിന്നു. കള്ളം വിശ്വസിക്കില്ല. തീച്ചുളയിൽ 4-മനായിട്ടല്ല അവൻ ഇറങ്ങിയത്. ഹല്ലേലൂയ. ശത്രുക്കൾ മേശക് അബേദ്നെഗോവ് അവർ പറയുക, അവൻ 4-മനായി ഇറങ്ങിയെങ്കിൽ ഞങ്ങളുടെ ചാനം പോലും കാണത്തില്ലായിരുന്നു. പക്ഷെ ആ തീച്ചുളയുടെ അരികിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ, ആ തീച്ചുളയുടെ അരികിൽ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഞങ്ങളെ പ്രതീക്ഷിച്ച് ഇമ്മാനുവേൽ ഞങ്ങൾക്ക് മുൻപായി ആ തീച്ചുളയിൽ ഇറങ്ങി നിന്നു. കുടുംബമേ കേൾക്ക്, വ്യക്തികളെ കേൾക്ക്, യേശു നിനക്ക് മുൻപായി ചലിച്ചു കൊണ്ടിരിക്കുന്നു. ശക്തിയോടെ ശബ്ദമുയർത്തി ആരെങ്കിലും കരങ്ങളെടുത്ത് ആരാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നിനക്ക് മുൻപായി യേശു കർത്താവ് ചലിക്കുന്നു. നിന്റെ എക്സാമിനേഷൻ ഹാളിൽ നിനക്ക് മുൻപായി യേശു അവിടെയുണ്ട്. നിന്റെ ഇന്റർവ്യൂവിൽ നിനക്ക് മുൻപായി യേശു കടന്നു പോകുന്നു. അടുത്ത ഞായറാഴ്ച MBBS കഴിഞ്ഞ കുട്ടികൾക്ക് സ്പെഷ്യൽ എക്സാമിനേഷൻ ആണ്. അവർക്ക് മുൻപായി ആ എക്സാം ഹാളിൽ എന്റെ കർത്താവ് ഇറങ്ങിക്കഴിഞ്ഞു. എന്റെ ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, നിന്റെ നാളെയും, ഇന്നലെ മാത്രമല്ല, ഇന്ന് മാത്രമല്ല, നിന്റെ നാളെയും യേശു നിനക്ക് മുൻപായി ചലിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. ചാലഞ്ചസ് ഉണ്ട്, നിന്ദകളുണ്ട്, പരിഹാസമുണ്ട്, ഒറ്റപ്പെടലുണ്ട്. ആരെ വിശ്വസിക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വലിയ പ്രയാസമുണ്ട്. ആരെ വിശ്വസിക്കണമെന്ന് അറിയത്തില്ല. വെളുത്തതെല്ലാം പാലല്ല, തിളങ്ങുന്നതെല്ലാം മിന്നാമിനുങ്ങുമല്ല. അയ്യോ, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ മതി. സ്തോത്രം. അതേ ആരുടെ സാക്ഷ്യം പോലെയാണ്. വെളുത്തതെല്ലാം പാലല്ല, തിളങ്ങുന്നതെല്ലാം മിന്നാമിനുങ്ങല്ല. കഷ്ടതയുടെ അതേ പാതയാണിത്. ഇത് സുഖിയന്മാരുടെ പാതയല്ല. നീ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? യു ആർ ഇൻ എ റോങ് പ്ലേസ്. ഇത് സുഖിയന്മാരുടെ, ഇത് പണമുണ്ടാക്കേണ്ട വഴിയല്ല, ഇത് പേരിന്റെ വഴിയല്ല, ഇത് പ്രസിദ്ധിയുടെ വഴിയല്ല. പേരിനും പണത്തിനും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ചെയ്യുന്നതല്ല സുവിശേഷ വേല. ഹല്ലേലൂയ. സൺഡേ അതേ മുതലാളിമാർ കേട്ടിരുന്നെങ്കിൽ ഒത്തിരി നന്നായിരുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് മിണ്ടുന്നില്ല. ഏത് ബൈബിളാണ് നിങ്ങൾ വായിക്കുന്നത്? തന്നെത്താൻ ത്യജിച്ച് തന്റെ സിംഹാസനവും ഭദ്രാസനവും എടുത്ത് തന്റെ പിന്നാലെ വരട്ടെ എന്നല്ല, തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് തന്റെ പിന്നാലെ കടന്നു വന്നാട്ടെ. നിനക്ക് നിന്റെ ക്രൂശുണ്ട്, എനിക്ക് എൻ്റെ ക്രൂശുണ്ട്. നിനക്ക് നിന്റെ ക്രൂശുണ്ട്, എനിക്ക് എൻ്റെ ക്രൂശുണ്ട്. അർത്ഥം യേശു പറഞ്ഞത് വന്ന് മരിക്ക്. ഇത് ജീവിക്കാനുള്ള മാർഗമല്ല, ഇത് പോക്കറ്റിനെ ചാക്കാക്കാനുള്ള മാർഗമല്ല, ഇത് അക്കൗണ്ടിൽ കോടികളെ കൂട്ടാനുള്ള മാർഗമല്ല, ഇത് പേരിനും പ്രസിദ്ധിക്കുമുള്ള മാർഗമല്ല, ഓ സ്ഥാനത്തിന് ആളുകളിക്കാനുള്ള മാർഗമല്ല. ഹേ, ആള് കളിക്കുന്നവരെ, മറ്റുള്ളവരെ ഭരിച്ച് ആള് നോ, അതല്ല സുവിശേഷ വേല. ഹല്ലേലൂയ.
സ്തോത്രം. ഇത് ത്യാഗത്തിൻ്റെ മാർഗമാണ്. 13-14 ലേഖനങ്ങൾ എഴുതിയ മനുഷ്യൻ, എബ്രാ ലേഖനം കൂടെ ചേർത്ത് 14 ലേഖനമെന്ന് അതേ തിയോളജിയന്മാർ പറയുക. ലേഖനം എഴുതിയ മനുഷ്യർ ഉള്ളുകൂരിയവൻ, ഉയരം കുറഞ്ഞവൻ, കഷണ്ടിത്തലയൻ, സ്തോത്രം, റോമ സാമ്രാജ്യത്തിൻ്റെ ജയിലിൽ കിടക്കുകയാണ്. ബാത്ത് അറ്റാച്ച് ജയിലിലല്ല താൻ കിടന്നത്. ബാത്ത് അറ്റാച്ച് അല്ല. നമ്മളൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോൾ സ്തോത്രം 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. പക്ഷെ പൗലോസ് സുവിശേഷമായി പോകുമ്പോൾ താൻ ചെക്ക് ഇൻ ചെയ്തത് ജയിലിലാണ്. ആരോട് പറയാൻ? സ്തോത്രം. ഹോട്ടലിലല്ല പൗലൂസ് ചെക്ക് ഇൻ ചെയ്തത്. പൗലൂസ് ചെക്ക് ഇൻ ചെയ്ത ജയിലിലാണ്. ഒരറ്റത്ത് തൻ്റെ വിസർജ്യമുണ്ടായിരിക്കും, ഭയങ്കര നാറ്റമായിരിക്കും. കണ്ണ് തുറന്ന് കേക്ക്. ഉഴപ്പിയിരിക്കുന്ന എല്ലാ പിന്മാറ്റക്കാരും കണ്ണ് തുറന്ന് കേട്ടാട്ടെ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വന്നിരുന്ന എന്തിനാ ഉറങ്ങുന്നേ? കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട് കേക്ക്. സ്തോത്രം. പൗലൂസ് ആ തണുത്ത ഇരുട്ടറക്കകത്ത് അവൻ കിടക്കുകയാണ്. നിങ്ങൾ പോയി സെർച്ച് ചെയ്യുമ്പോൾ റോമൻ കാരാഗ്രഹത്തെ കുറിച്ച് നോക്കുമ്പോൾ പാറയിൽ വെട്ടിയ ഇടുങ്ങിയതായ ആ സ്തോത്രം അതെ റൂമിൽ കിടന്ന് തനിതാ സ്തോത്രം ലേഖനം എഴുതുവാൻ വേണ്ടി തുടങ്ങുകയാണ്. കാരാഗ്രഹവാതിലാണല്ലോ സബ്ജക്റ്റ്. കാരാഗ്രഹവാതിൽ. ചില കാരാഗ്രഹങ്ങളോട് നീ കയറി ഇറങ്ങുന്നത് നിനക്ക് വേദനയായിരിക്കാം, പക്ഷെ ചർച്ചിന് വിടുതലാണ്. കാരണം സ്തോത്രം പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ കയറാതിരുന്നെങ്കിൽ മിനിമം 4 ലേഖനങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. ലെറ്റ് മീ റിപ്പീറ്റ് ഓൺ എ ടൈം. സ്തോത്രം. അതേ പൗലോസ് കാരാഗ്രഹങ്ങൾ കയറിയിരുന്നെങ്കിൽ കാരാഗ്രഹ ലേഖനങ്ങൾ നമുക്ക് കിട്ടത്തില്ലായിരുന്നു. പൗലോസ് അതാ കാരാഗ്രഹ ലേഖനങ്ങൾ സ്തോത്രം ആ കാരാഗ്രഹത്തിൽ കിടന്നാണ് എഴുതുന്നത്. ഉള്ളു കൂനിയവൻ, ഉയരം കുറഞ്ഞവൻ, കഷണ്ടിത്തലയൻ. അവസാനം സ്തോത്രം ഇതാ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പുറത്ത് കിടക്കുന്നവൻ, പുറത്ത് നിൽക്കുന്ന ആ പടയാളിക്ക് ചങ്ങലയുടെ കിലുക്കം കേൾപ്പാൻ കൊണ്ട് കഴിയും. പുറത്ത് നിൽക്കുന്നവന് ആ എഴുതുമ്പോൾ ചങ്ങലയുടെ കിലുക്കം കേൾക്കാൻ അറിയാം. നല്ല ചർച്ച്, നല്ല ദൂത്, നല്ല പാട്ട്, നല്ല അന്തരീക്ഷം എല്ലാം നന്നായിരിക്കുന്നത് പറയുമ്പോൾ മറന്നു പോകല്. അതിന്റെ പിൻപിൽ കുറച്ച് ത്യാഗമുണ്ട്, കണ്ണുനീരുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. വർഷത്തിൽ AD 67 സ്തോത്രം. ജലർ സാർ ഇന്ന് രാവിലെ കൺഫേം ചെയ്യായിരുന്നു. അതെ സ്തോത്രം. നീറോ കൈസർ എന്ന ആരവട്ടനാണ് അന്നത്തെ സ്തോത്രം ചക്രവർത്തി. AD 67 പൗലൂസിന് ഒരു പക്ഷേ 68 മറ്റോ ആണ് തൻ്റെ പ്രായം. പൗലൂസ് സ്തോത്രം ഇതാ ആ ദിവസം തൻ്റെ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ രാവിലെ ഒരു മനുഷ്യൻ സ്തോത്രം ഒരു പടയാളി കടന്നു വന്ന് തൻ്റെ റൂമിൻ്റെ മുൻപിൽ ഇതാ ഒരു വാളിന് മൂർച്ച കൂട്ടുകയാണ്. ഒരു വാളിനെ മൂർച്ച കൂട്ടുകയാണ്. അതിനർത്ഥം ഇതാണ് സ്തോത്രം. ഏതവൻ്റെ റൂമിൻ്റെ മുൻപിലാണോ സെല്ലിൻ്റെ മുൻപിലാണോ വാളിന് മൂർച്ച കൂട്ടുന്നത്, അതിനർത്ഥം അടുത്ത ദിവസത്തിൽ നിൻ്റെ ശിരസിനെ ഖണ്ഡിപ്പാൻ പോകുന്നു, നിന്നെ കൊല്ലുവാൻ വേണ്ടി പോകുന്നു. അതാണ് അതിൻ്റെ അടയാളം. ബോവസ് വന്ന് ഈ കീബോർഡിൻ്റെ സ്തോത്രം ബാക്ക്ഗ്രൗണ്ട് ഒരു പക്ഷേ പിയാനോ സ്ട്രിങ്സിൽ അത് ഇട്ടാൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പൊങ്ങുന്നത് പോലെ പൗലൂസ് കേട്ടു ഇതാ സ്തോത്രം ആ വാള മൂർച്ച കൂട്ടുന്നതായ ശബ്ദമുയരുകയാണ്. പൗലൂസിന് മനസ്സിലായി അതെൻ്റെ തലയെ മുറിക്കുന്നതായ വാളാണ്. ആരുടെ മുൻപിലും കുനിയാത്ത എൻ്റെ തലയെ ഒരിക്കൽ കൂടെ, ആരുടെ മുൻപിലും കുനിയാത്ത എൻ്റെ തലയെ മുറിക്കുന്ന വാളാണ്. സ്തോത്രം. ഒരു ദിവസമായി, 2 ദിവസമായി, 2 തിമോത്തിയോസ് ലേഖനമായി അവസാനത്തെ ലേഖനം താൻ എഴുതുകയാണ്. 2 തിമോത്തിയോസ് ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം താൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു. ബാക്കി പറഞ്ഞാട്ടെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എൻ്റെ ഈ ലോകത്തിൻ്റെ തല മുറിയപ്പെടുവാൻ വേണ്ടി പോകുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മണിക്കൂറുകൾ ഞാൻ നിൽക്കുവാൻ വേണ്ടി പോകുന്നു. ജീവന്റെ കിരീടം എനിക്കായി സ്തോത്രം കാത്തിരിക്കുകയാണ്. തീമോത്തിയോസേ, എൻ്റെ ജൂനിയർ തീമോത്തിയോസേ, വേഗത്തിൽ വരിക, വേഗത്തിൽ വരിക, വേഗത്തിൽ വരിക. എൻ്റെ ശിരസ് മുറിയപ്പെടേണ്ടതായ സമയമായി. നീ വേഗത്തിൽ വരിക. എൻ്റെ ചർമ്മലിഖിതങ്ങളെ കൂടെ നീ കൊണ്ടുവരിക. എൻ്റെ പുതപ്പിനെയും എൻ്റെ ചർമ്മലിഖിതത്തെയും കൂടെ കൊണ്ടുവരിക. എനിക്ക് വിസ്തരിക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ജീവിതത്തിന് അവസാനം വരെയും പുതപ്പ് നഷ്ടപ്പെടാത്ത പൗലോസിൻ്റെ ലൈഫിനായി സ്തോത്രം. പലരും പണം കണ്ടപ്പോൾ പുതപ്പ് പോയി, പെണ്ണ് കണ്ടപ്പോൾ പുതപ്പ് പോയി, അതെ പദവി കണ്ടപ്പോൾ പുതപ്പ് പോയി. പക്ഷെ പൗലോസ് എപ്പോഴും പറയുന്നു, എൻ്റെ പുതപ്പിന് നീ കൊണ്ടുവരിക.
കപ്പലുകളെ വിട്ടാണ് സുവിശേഷ വേല തുടങ്ങിയത്. ഒരു കപ്പലല്ല, പല കപ്പലുണ്ടായിരുന്നു. പക്ഷെ പല കപ്പൽ വിട്ട് സ്തോത്രം സുവിശേഷ വേല തുടങ്ങിയവൻ ഇപ്പോൾ പുതപ്പിലും ചില ചർമ്മലിഖിതങ്ങളിലും ചില ബുക്കിലും അവസാനിക്കുകയാണ്. കേൾക്ക, ഈ തലമുറ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു ദൈവദാസന്റെ ചരിത്രമാണ്. കാരാഗ്രഹവാതിൽ എന്ന സബ്ജക്റ്റിൽ ഞാൻ പറയുന്നത്, കപ്പലുകളെ വിട്ട് സുവിശേഷ വേല തുടങ്ങിയവൻ ഒരു പുതപ്പിലും സ്തോത്രം ചില പുസ്തകങ്ങൾ തീരുകയാണ്. ഇന്ന് ഒത്തിരി പേർ വന്ന് പറയും, അതെ പുതപ്പിലാണ് തുടങ്ങിയത്, ഒന്നുമല്ലാതെയാണ് തുടങ്ങിയത്, ഒന്നുമല്ലാതെ തുടങ്ങി ലക്ഷങ്ങൾ കിട്ടി, കോടികൾ കിട്ടി, അമേരിക്കയിൽ പോയി, അതേ ഇന്ന ഫ്ലൈറ്റിൽ യാത്ര ചെയ്തു, ഇന്ന ഹോട്ടലിൽ ജോലി ചെയ്തു. നോ 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 നോ, യു ടേൺ എടുക്ക്, യു ടേൺ എടുക്ക്, യു ടേൺ എടുക്ക്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല? യു ടേൺ എടുക്ക്. ഓ, എന്ത് കിട്ടി എന്നതല്ല സുവിശേഷ വേല. സുവിശേഷത്തിന് വേണ്ടി എന്ത് വിട്ടു? സുവിശേഷത്തിന് വേണ്ടി എന്ത് ചെലവിട്ടു? സുവിശേഷത്തിന് വേണ്ടി എന്തോ മുറിവേറ്റു? സുവിശേഷത്തിന് എത്രയധികമായി പരിഹസിക്കപ്പെട്ടു? സുവിശേഷത്തിന് വേണ്ടി താഴത്തെ തൂണിൽ മറഞ്ഞു നിന്ന് എത്ര കുറ്റപ്പറച്ചിൽ കേട്ടു? സുവിശേഷം സുഖിയന്മാരുടെ പ്രതീക്ഷയല്ല, സ്തോത്രം സുവിശേഷം. പൗലോസ് പറഞ്ഞു, എന്റെ സ്തോത്രം ചർമ്മലിഖിതവും അതേ എന്റെ പുതപ്പും കൂടെ കൊണ്ടുവാ. അവസാനം സ്തോത്രം അതേ തീമോത്തിയോസ് വരുവാൻ ലേറ്റായി. പൗലോസ് ശിരച്ഛേദനം ചെയ്യപ്പെട്ടു. കാരാഗ്രഹമുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കാരാഗ്രഹത്തിന്റെ ഒന്നാമത്തെ അതേ അടയാളം എന്ന് പറയുന്നത് കഷ്ടതയിലൂടെയാണ് നാം ക്രിസ്ത്യാനിറ്റി, കഷ്ടതയിലൂടെയാണ് നാം നിത്യതയിൽ പ്രവേശിക്കുന്നത്. കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തെ സ്തുതിച്ചാണ്. റോമ അതേ സ്തോത്രം റോം എന്ന പട്ടണത്തിൽ പൗലോസ് രക്തസാക്ഷിയായി. വീണ്ടും പത്രോസിനോട് ചോദിച്ചാൽ മിക്കവാറും അതേ വർഷമായിരിക്കണം. സ്തോത്രം അതേ പട്ടണത്തിൽ റോമിൽ ട്രഡിഷൻ പറയുന്നു, പത്രോസ് തലകീഴായി സ്തോത്രം ക്രൂശിക്കപ്പെട്ടു. പൗലോസിന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു, പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. രണ്ട് ശക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ, പുതിയ നിയമത്തിൽ രണ്ട് തൂണുകൾ പോലെ നിന്നവർ റോമ പട്ടണത്തിൽ സ്തോത്രം ഒരുവന്റെ തല ഛേദിക്കപ്പെട്ടു, മറ്റവൻ തലകീഴായി ക്രൂശിക്കപ്പെട്ടു. എന്നാൽ അതേ റോമ പട്ടണം ക്രിസ്ത്യാനിറ്റിയുടെ ഹെഡ് ക്വാർട്ടറായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? അതേ റോമാ പട്ടണം സ്തോത്രം ക്രിസ്ത്യാനിറ്റിയുടെ ഹെഡ് ക്വാർട്ടറായി തീർന്നു. സ്തോത്രം വടിയെടുത്തത് കൊണ്ടല്ല, വാളെടുത്തത് കൊണ്ടല്ല. ഇസ്ലാമിക ടെററിസ്റ്റുകൾ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ, വർഗീയവാദികൾ ഇന്ന് പകൽക്കാലം കേൾക്കട്ടെ, ഈ പ്രമാണം, ഈ വിശുദ്ധ പുസ്തകമാണ് അവരുടെ കയ്യിലുള്ളത്, അല്ലാതെ വടിയല്ല അവരുടെ കയ്യിലുള്ളത്. അവരുടെ കയ്യിൽ വാളല്ല ഉള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് അടിച്ചൊതുക്കാനും വെട്ടിത്തീർക്കാനും ദൈവസഭയെ ഒരിക്കലും കഴിയത്തില്ല. സഭയുടെ യജമാനൻ ക്ലിഫ് ഹൗസിലല്ല, ഡൽഹിയിലല്ല, സ്വർഗാദി സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. തിരുവനന്തപുരം കാഞ്ചനകുളത്തുള്ളതായ വിജയകുമാർ ബ്രദർ ഇന്ന് പകൽക്കാലവും ഉത്തർപ്രദേശിന്റെ ജയിലിൽ കിടക്കുമ്പോൾ ആരെയും ഒരുത്തരെയും ഭയമില്ലാതെ ദൈവത്തിന് കൃപയാൽ ഞാൻ പറയട്ടെ, ചർച്ച നിൽക്കുന്നത് കണ്ണുനീരിലും വിയർപ്പിലും വിശുദ്ധന്മാരുടെ രക്തത്തിലുമത്രേ. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? യൂറോപ്പിന്റെ സാറ്റലൈറ്റ് കോൺഫറൻസിൽ പണ്ട് പ്രസംഗിച്ച പോലെ പ്രസംഗിക്കാനല്ല, PC നായ്ക്കൽ അമേരിക്കയിൽ പോകാനല്ല, സ്റ്റേഡിയം നിറയ്ക്കാനല്ല, ഗ്രൗണ്ട് പാക്ക് ചെയ്യാനല്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ പുതിയ ബൈബിൾ ഉയർത്തി ഞാൻ പറയട്ടെ, യേശു കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകാനാണ്. യേശുവിനെ രക്തസാക്ഷിയാകാനാണ്. എല്ലാ പിള്ളേരും എന്റെ മുഖത്ത് നോക്ക്. അങ്കിളിനെ എവിടെയെങ്കിലും വെട്ടു നുറുക്കിയിട്ടെന്ന് കേട്ടാൽ, അങ്കിള് ചത്തുപോയെന്ന് കേട്ടാൽ നിങ്ങൾ കരയല്ല, പകരം നിങ്ങൾ ആപ്പാടണം, ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ. ഓ കം ഓൺ. സഭ നിൽക്കുന്നത് പണത്തിലല്ല, സഭ നിൽക്കുന്നത് രാഷ്ട്രീയത്തിലല്ല, സഭ നിൽക്കുന്നത് കുതികാൽ വെട്ടിലല്ല, സഭ നിൽക്കുന്നത് തന്ത്രത്തിലും കുറ്റം പറച്ചിലുമല്ല. യേശുവിന്റെ നാമത്തിൽ സഭ നിൽക്കുന്നത് കണ്ണുനീരിലാണ്, ത്യാഗത്തിലാണ്, വില കൊടുത്താണ്. സഭ നിശ്ചലമല്ല. ഇന്ന് പകൽക്കാലം ദൈവസഭ മുന്നേറുകയാണ്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പൊ ബ്രദറെ, അവരെ നമ്മളെ ഒതുക്കുമല്ലേ, അപ്പോൾ അവരെ നമ്മളെ തല്ലുമല്ലേ, അവരെ നമ്മളെ തീർക്കുമല്ലേ. എൻ്റെ കുട്ടി, എൻ്റെ ദൈവം ഭയങ്കരനാണ്. ആ എലിയോൻ പറഞ്ഞു, നിങ്ങളെ തൊടുന്നവർ എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു.
കർത്താവിന് വേണ്ടി നീ നിന്നിട്ട്, നിനക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി നീ നിന്നിട്ട് ദൈവകൃപയിൽ നീ നിൽക്കുമ്പോൾ ആര് നിനക്ക് നേരെ നാവ് വളച്ചാലും, ആര് നിനക്ക് നേരെ വിരൽ ചൂണ്ടിയാലും യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. അടുത്ത ഞായറാഴ്ച ആഫ്റ്റർനൂൺ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്, റെജി ബേബി, മാവേലിക്കരക്കാരൻ. അദ്ദേഹം തൻ്റെ ഭവനത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ബ്രദർ, പണ്ട് ഞങ്ങൾക്ക് ഇത്ര നല്ല വീടില്ല, മണ്ണ് കൊണ്ടുള്ള ചെറിയൊരു വീടാണ് സ്തോത്രം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നത്. പാസ്റ്റർ കെ എബ്രഹാം, ടി ജി ഉമ്മച്ചൻ, സി കെ ഡാനിയൽ, സ്തോത്രം വി ടി ജോസഫ്, അങ്ങനെയുള്ള മഹാരഥന്മാരായ ആ കാലഘട്ടത്തിലെ ശക്തന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ ഞങ്ങളുടെ മണ്ണ് കൊണ്ടുള്ള വീട്ടിൽ കടന്നു വന്ന് അവരിവിടെ പാർത്തു. അവരുടെ ഡ്രസ്സ് ഞാൻ കഴുകി, അവരുടെ ഡ്രസ്സ് ഞാൻ അയൺ ചെയ്ത് കൊടുത്തു. എൻ്റെ അപ്പനും അപ്പച്ചനും അവരുടെ കൈക്ക് വെള്ളമടിച്ചു, തിളച്ച വെള്ളമല്ല, വിത്തിൻ ബ്രാക്കറ്റ്. ഓ കമോൺ, ഹല്ലേലൂയ, സ്തോത്രം. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. തിളച്ച വെള്ളമല്ല, സ്തോത്രം, അവരുടെ കൈക്ക് വെള്ളമടിച്ചു. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. ഹല്ലേലൂയ. മാർത്തോമാ സഭയുടെ കൊമ്പത്ത് നിന്നാണ് എൻ്റെ വലിയപ്പച്ചൻ, ഡാനിയൽ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. സ്തോത്രം. എൻ്റെ വലിയപ്പച്ചൻ മാർത്തോമാ സഭയുടെ ഉഗ്രസ്ഥാനത്ത് നിന്ന്, ഉന്നതകളിൽ നിന്നാണ് അത് താൻ സ്നാനപ്പെടാൻ വേണ്ടി ഇറങ്ങി വന്നത്. ഇന്ന് പകൽക്കാലം സ്നാനപ്പെട്ടവർ കരങ്ങളെ ഉയർത്തിയാട്ടെ, സ്നാനപ്പെട്ടവർ കരങ്ങൾ ഉയർത്തി. ഓ എന്ത് സന്തോഷം നോക്ക്. മിക്കവാറും എല്ലാവരും 99% ആൾക്കാരും കരങ്ങൾ ഉയർത്തി, എക്സെപ്റ്റ് കുട്ടികൾക്ക്. ഇന്ന് സ്നാനപ്പെടുന്നത് ഒരു അഭിമാനമാണ്. ഇന്ന് സ്നാനപ്പെടുന്നത് വലിയൊരു, അത് സ്തോത്രം, അഭിമാനമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് സ്നാനപ്പെടാൻ വേണ്ടി പോകുമ്പോൾ ഇന്ന് ആരും അറിയാതെ പാളയം മാർക്കറ്റിൽ വന്ന് പച്ചക്കറി മേടിക്കുന്ന കൂട്ടത്തിൽ വന്ന് പേരൂർക്കട വന്ന് മുങ്ങിയിട്ട് പോകാം. ഹല്ലേലൂയ. പക്ഷെ അന്നത്തെ സ്നാനം അങ്ങനെയല്ല. അന്നത്തെ സ്നാനം എന്ന് പറയുന്ന ഒരു റാലി പോലെയാണ്, ഒരു ജാഥ പോലെയാണ്. തമ്പേരൊക്കെ അടിച്ച് റോഡിലൂടെ നടന്ന് പഞ്ചായത്തിന് മുഴുവൻ ഇളക്കി ആയിരക്കണക്കിന് ആൾക്കാർ കാണും. കൂടെ പഠിക്കുന്നവർ കാണും. കേട്ടോ മക്കളെ, കൂടെ പഠിക്കുന്നവർ കാണും, സ്കൂളിൽ പോകുന്നവർ കാണും. സ്തോത്രം. അതെ, അയ്യേ നാണക്കേട്. സ്തോത്രം. എന്തോ മിണ്ടാതിരിക്കുന്നവർക്ക് പേ കോമര. ഓ കമാൻ, ഹല്ലേലൂയ. സ്തോത്രം. സ്കൂളിൽ പോകുന്നവർ കാണും, കൂടെ പഠിക്കുന്നവർ കാണും, ബന്ധുക്കൾ കാണും, അയൽവാസികൾ കാണും. നാട് മുഴുവൻ ഇളക്കി സ്നാനപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ കുളത്തിൽ കൊണ്ടുപോയി സ്തോത്രം സ്നാനപ്പെടുത്തുക. നാട്ടുകാർ കൂകാൻ വേണ്ടി നിൽക്കും, പരിഹസിക്കാൻ വേണ്ടി നിൽക്കും. നാളെ പോകുമ്പോൾ സ്തോത്രം, നാളെ സ്കൂളിൽ പോകുമ്പോൾ പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം എന്ന് പറഞ്ഞ് സ്തോത്രം പഴയ രീതിയിലുള്ളതായ അതേ നാണക്കേടിൻ്റെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് സ്തോത്രം, അതെ, അവർ നിന്നെ നോക്കി പാടും. ഒരു ആൻറ്റിക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ബാക്കി എല്ലാവരും കേട്ടിട്ടില്ല, മിണ്ടാതിരിക്കുന്നു. സ്തോത്രം. അടുത്ത ആഴ്ച ആ പാട്ട് പാടാം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. സ്തോത്ര. പരിഹാസത്തിൻ്റെ, നിന്ദയുടെ, ആക്ഷേപത്തിൻ്റെ മാർഗമാണ്. ഡാനിയൽ എന്ന് പറഞ്ഞ ഈ അപ്പച്ചൻ, ബ്രദർ റെജി ബേബി പറഞ്ഞു, എൻ്റെ വലിയപ്പച്ചൻ ആ കുളത്തിൽ അദ്ദേഹത്തെ സ്തോത്രം കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുമ്പോൾ, അത് മുങ്ങി എഴുന്നേൽക്കുമ്പോൾ വലിയൊരു പരിഹാസത്തിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. പരിഹാസത്തിൻ്റെ കൂട്ടം. ഇന്നും വിമർശിക്കുന്നവർ, പരിഹസിക്കുന്നവർ തിരുവനന്തപുരത്തുണ്ടല്ലോ. പരിഹാസത്തിൻ്റെ കൂട്ടം ഉണ്ടായിരുന്നു. ഒരുത്തൻ കൊണ്ടുവന്ന് പട്ടിയെ മുക്കി അതേ സ്ഥലത്ത് പരിഹസിച്ചതാണ്. ഒരുത്തൻ കൊണ്ടുവന്ന് വാഴക്കൊലയെ മുക്കി അതേ സ്ഥലത്ത്. ഒരുവൻ വന്നിട്ട് ക്ലാങ്ങിൽ എന്ന് പറയും, ക്നാഞ്ഞിൽ. കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അടികൊണ്ടവർ, അതെ, കണ്ടിട്ടുള്ളവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഒരുത്തൻ കൊണ്ടുവന്ന് ക്നാഞ്ഞിൽ എന്ന് പറയുന്ന ആ സാധനം കൊണ്ടുവന്ന് വെള്ളത്തിൽ മുക്കി ഈ സ്നാനപ്പെട്ട മനുഷ്യനെ പരിഹസിച്ചതാണ്. സ്തോത്രം. അതെ, ക്നാഞ്ഞിനെ മുക്കി, അതെ, സ്തോത്രം, വാഴക്കൊലയെ മുക്കി, പട്ടിയെ മുക്കി. ശ്രദ്ധിക്ക്, വെള്ളത്തിനല്ല ശക്തി, സ്നാനപ്പെടുത്തിയവനല്ല ശക്തി, സ്നാനപ്പെട്ടവനല്ല ശക്തി, സ്നാനത്തിനാണ് ശക്തി. ഹല്ലേലൂയ. വെള്ളത്തിനല്ല ശക്തി, സ്നാനപ്പെടുത്തിയവനല്ല ശക്തി, സ്നാനപ്പെട്ടവനല്ല ശക്തി. സ്നാനമെന്ന കൽപ്പനയ്ക്കാണ് ശക്തി, അഥവാ ദൈവത്തിനാണ് ശക്തി. ദൈവത്തിന്റെ വചനമാണ് ശക്തി. പട്ടിയെ മുക്കുവൻ ഓർത്തട്ടഹസിച്ചു ചിരിച്ചു. പട്ടിയെ അവൻ മുക്കുന്നത് കണ്ടപ്പോൾ ജനവും ചിരിച്ചു. കാളാമണ്ഡത്തെ കൊലയെ മുക്കിയപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ചിരിച്ചു. അതേ സ്തോത്രം. ക്നാഞ്ഞിനെ മുക്കിയപ്പോഴും അവനും ചിരിച്ചു, നാട്ടുകാരും ചിരിച്ചു. പക്ഷേ ആ സ്തോത്രം, ആ ചിരി അധിക ദിവസം നീണ്ടു നിന്നില്ല. റെജി ബേബി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി എന്നെ നോക്കി പറഞ്ഞ, ബ്രദറെ അറിയാമോ, 2 ആഴ്ചക്കുള്ളിൽ ആ പട്ടിയെ മുക്കിയവൻ ഒരു ഏണിയിലൂടെ തെങ്ങിലിങ്ങനെ കയറുകയായിരുന്നു. അവന്റെ പിടി നഷ്ടപ്പെട്ടു. ആ സ്തോത്രം, ഏണിയുടെ ഓരോ പഴുതെന്ന് പറയും, ഓരോ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പ് ഇങ്ങനെ പെടിവിട്ട് താഴേക്ക് 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 വന്ന് അവന്റെ മാംസം തെറിച്ച് വന്ന് നിലത്ത് വന്നപ്പോഴേക്കും അവൻ മരിച്ചുപോയി. കാളമണ്ഡം, അതേ സ്തോത്രം, കൊലയെ മുക്കിയവൻ അതേപോലെ അവൻ 2 ആഴ്ചക്കുള്ളിൽ തട്ടിപ്പോയി. അതേ
സ്തോത്രം. ക്നാഞ്ഞിനെ മുക്കിയവനും 2 ആഴ്ച കഴിഞ്ഞില്ല അവൻ തട്ടിപ്പോയി. ഞാൻ ഭീഷണി സുവിശേഷമല്ല പറയുന്നത്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. ഉന്നതന്മാർ തിരുവനന്തപുരത്ത് കണ്ടേക്കാം, ഉന്നതന്മാർ ഡൽഹിയിൽ കണ്ടേക്കാം, പക്ഷേ തിരുവചനം പറയുന്നു അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്, അത്യുന്നതൻ സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. സഭ തുറന്നു കിടക്കുന്ന വയലല്ല, സഭയെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. റോമ സാമ്രാജ്യം തുടങ്ങി എത്രയോ രാജാക്കന്മാർ, എത്രയോ നേതാക്കന്മാർ, എത്രയോ സാമ്രാജ്യങ്ങൾ, ഇസ്ലാമിക ടെററിസ്റ്റുകൾ അതേ ദൈവത്തിന്റെ സഭയ്ക്ക് നേരെ അഞ്ഞടിക്കുമ്പോഴും ഇന്ന് പകൽക്കാലം അർത്ഥലയ്ക്കുന്ന തിരമാലകളുടെ നടുവിൽ സുരക്ഷിതമായി ദൈവകൃപയാൽ കെട്ടപ്പെട്ട തോട്ടം പോലെ അതേ ദൈവകൃപയിൽ ആയിരിക്കുന്ന ദൈവസഭ 2 മിനിറ്റ് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. കരങ്ങൾ അടിക്കേണ്ടവർ ശക്തിയോടെ കരങ്ങൾ അടിച്ച് കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, ഒറ്റപ്പെടുന്നതിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും, മരുഭൂമിയായിരിക്കാം, തിരമാലകളായിരിക്കാം, വ്യഥകളായിരിക്കാം, രോഗക്കിടക്കളായിരിക്കാം. പക്ഷെ ഞാൻ ഗ്യാരണ്ടിയായി പറയുന്നു, ആ സ്ഥാനത്ത് നീ ഒറ്റയ്ക്കല്ല. അർദ്ധരാത്രിയിലെ സ്നേഹിതനാകുന്ന കർത്താവ് നിന്നോടുകൂടെ ഇറങ്ങി നിൽക്കുന്ന സർവശക്തനായ കർത്താവ് നിന്നോട് കൂടിയായിരിക്കുന്നു. അനുഭവിച്ചിട്ടുള്ള കരങ്ങളെ ചലിപ്പിച്ചാടെ. എത്ര തുള്ളി കണ്ണുനീർ നിശബ്ദമായി നിന്റെ കവിൾ തടങ്ങളിലൂടെ ഒഴുകിയിറങ്ങുന്നു, എത്ര നെടുവീർപ്പുകൾ ഉയരുന്നു, എത്ര പ്രതിസന്ധികൾ നീ ആയിരിക്കുന്നു. അയ്യോ ആരുമില്ലല്ലോ, മരുഭൂമി പോലെയുള്ള അനുഭവത്തിൽ ഞാനത് ഒറ്റപ്പെട്ടല്ലോ എന്ന് കരയുന്നവരെ, വേഴമ്പലിനെ പോലെ ആയിരിക്കുന്നവരെ, ചതിക്കുന്നവരുടെ നടുവിൽ, ഉടച്ചവരുടെ നടുവിൽ, കരയിപ്പിച്ചവരുടെ നടുവിൽ, ഉപേക്ഷിച്ചവരുടെ നടുവിൽ, ഇട്ടേച്ചുപോയവരുടെ നടുവിൽ, ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നു, ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നു, ശത്രുക്കളുടെ മുൻപിൽ മേശ ഒരുക്കുന്നു. ഓ നസ്രയത്തിലെ ആശാരി ഇന്ന് പകൽക്കാലം ഈ സർവീസിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പ്രവചിച്ചു പറഞ്ഞാട്ട് ഈ ദിവസങ്ങൾ പ്രത്യക്ഷമായി ചിലത് നടക്കും. പറ, പ്രത്യക്ഷമായി ചിലത് നടക്കും. ഈ ദിവസങ്ങൾ പ്രത്യക്ഷമായി, ഈ ദിവസങ്ങൾ പ്രത്യക്ഷമായി ചിലത് നടക്കും. പ്രത്യക്ഷമായി ചിലത് ദൈവം നിനക്കായി ചെയ്യുവാൻ വേണ്ടി പോകുന്നു. തിരക്കോടെ ധൃതിയോടെ, ധൃതിയോടെ തിരക്കോടെ, തിരക്കോടെ ധൃതിയോടെ, തിരക്കോടെ ധൃതിയോടെ, ധൃതിയോടെ തിരക്കോടെ പ്രത്യക്ഷമായി ദൈവം നിനക്കായി ചിലത് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. കാരാഗ്രഹങ്ങളുണ്ട്. കാരാഗ്രഹമുണ്ടോ? കാരാഗ്രഹമുണ്ടെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നവനുണ്ട്. ഓ കമാൺ, വേറെ ആരെങ്കിലും പ്രസംഗിക്കും, ഞാൻ നൃത്തം ചെയ്ത് ആരാധിക്കട്ടെ. കാരാഗ്രഹമുണ്ടോ? കാരാഗ്രഹമുണ്ടെങ്കിൽ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നവനുണ്ട്. നിരാശയുടെ കാരാഗ്രഹമുണ്ടോ? ആത്മഹത്യ ചിന്തയുടെ കാരാഗ്രഹമുണ്ടോ? യേശുവിന്റെ നാമത്തിൽ മാനസിക രോഗത്തിന്റെ കാരാഗ്രഹമുണ്ടോ? ഇത് പകൽക്കാലം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരുവനിവിടെ ഇറങ്ങി നടക്കുന്നത്, ഒരുവനിവിടെ ഇറങ്ങി നടക്കുന്നത് ആത്മാവിൽ കാണുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. റിവൈവൽ പ്രീച്ചർ അല്ല, ദ ജയിൽ ബ്രേക്കർ. കാരാഗ്രഹങ്ങൾ ഉടയ്ക്കുന്നവൻ ഇന്ന് പകൽ നിന്റെ അരികിൽ ഇറങ്ങി നിൽക്കുന്നു. വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിന്റെ കാരാഗ്രഹം എന്താണെന്ന്, നിന്റെ ജീവിതത്തിന്റെ വെല്ലുവിളി എന്താണെന്ന്. ഞാൻ ചുമ്മാ ബട്ടറിയല്ല, ബ്ലാബറിയല്ല, നിങ്ങളെ ഇളക്കിയല്ല. കുട്ടി പറ, നിന്റെ കാരാഗ്രഹം എന്താണ്? അപ്പന്റെ പ്രശ്നമാണോ? അമ്മ ഇട്ടേച്ചു പോയതാണോ? പാരമ്പര്യ ശാപമാണോ? മാനസിക രോഗങ്ങളാണോ? സാമ്പത്തിക ഞെരുക്കങ്ങളാണോ? ജോലി കിട്ടാതെ വഴിമുട്ടിയ അനുഭവമാണോ? ഇന്ന് പകൽക്കാലം തമ്പുരാൻ 2-1 ചെയ്യും. ഒരിക്കൽ കൂടെ 2-1 ദൈവം ചെയ്യും. കമാൺ, നന്നായി ഒന്ന് ആരാധിക്കണേ. കമാൺ, ആ ശരീരങ്ങളൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് പഴയ പെന്തിക്കോസിന്റെ സ്റ്റൈലിൽ കമാൺ. യെസ്, യെസ്, നന്നായി ഒന്ന് ആരാധിച്ച്. യെസ്,
വിടുതലിന്റെ പകലാകട്ടെ, വിടുതലിന്റെ പകലാകട്ടെ, വിടുതലിന്റെ പകലാകട്ടെ. നിന്റെ പിള്ളേരെ വേറൊരു രാജ്യത്ത്, പക്ഷെ ഇന്ന് പകൽക്കാലം ഇവിടെ ഇരുന്ന് നീ ആരാധിക്കുമ്പോൾ അവിടെ അവർക്ക് വിടുതലാകട്ടെ. നിന്റെ പിള്ളേരെ വേറൊരു ഭൂഖണ്ഡത്ത്, പക്ഷെ ഇന്ന് പകൽ ഇവിടെ ഇരുന്ന് നീ കരങ്ങൾ അടിച്ച് ആർപ്പെട്ട് ആരാധിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നിടത്ത് നിന്റെ പിള്ളേർക്ക് ഒരു വിടുതലാകട്ടെ. കരങ്ങൾ അടിച്ച് ശബ്ദം ഉയർത്തി ആരാധിക്കുക. ഹല്ലേലൂയ. 2-1 കർത്താവ് ചെയ്യുക. അടുത്തിരിക്കുന്നത് ഹൈഫൈ കൊടുത്ത് പറ, 2-1. സുരേഷ് ബാബുക്കളെ, എന്താ 2-1? ഒന്നവൻ വെളിയിൽ നിന്ന് വിളിക്കും, മക്കളെ വെളി വാ, നിന്റെ കെട്ടിൽ നിന്ന് വെളി വാ, നിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വെളി വാ. നിന്റെ കാരാഗ്രഹം എന്ന പ്രശ്നമുണ്ടല്ലോ, നിന്നെ കരയിപ്പിക്കുന്ന വിഷയമുണ്ടല്ലോ, നിനക്ക് നെടുവിരിപ്പ് തരുന്ന വിഷയമുണ്ടല്ലോ, നിന്റെ അകത്തെ മുറിഞ്ഞിരിക്കുന്ന വിഷയമുണ്ടല്ലോ, അതിൽ നിന്ന് പുറത്തേക്ക് വാ, പുറത്തേക്ക് വാ. അവൻ പുറത്തു നിന്ന് വിളിക്കും. ഇല്ലപ്പ പറ്റത്തില്ല, എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. പുറത്തു വരത്തില്ലെങ്കിൽ അവൻ അകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ പുറത്തെടുക്കും. ലാസറുകൾ പുറത്തു വരുന്നു, ലാസറുകൾ പുറത്തു വരുന്നു. നിന്റെ പ്രിയപ്പെട്ട ലാസർ പുറത്തു വരുന്നു. മാർത്തമാർ വന്നിട്ടുണ്ടോ? മറിയമാർ വന്നിട്ടുണ്ടോ? കാത്തിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നവർ വന്നിട്ടുണ്ടോ? കരഞ്ഞവർ വന്നിട്ടുണ്ടോ? പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ വന്നിട്ടുണ്ടോ? Today in the name of Jesus, ഈ ജൂലൈ മാസം 27-ാം തീയതി 11:52 ഇന്ത്യൻ ടൈമിൽ എന്റെ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, ചലനം 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 ചലനം. നിന്റെ ലാസറുകൾ പുറത്തു വരുന്നു. In Jesus' name. നീ നാറത്തില്ല, ഒരിക്കൽ കൂടെ നീ നാറത്തില്ല, നീ ദ്രവിക്കത്തില്ല. ആ നാറ്റം ഇന്ന് പകൽ പിന്മാറുന്നു. അഭിഷേകത്തിന്റെ ആരോമ അന്യഭാഷയിൽ ആരാധിച്ചാൽ കത്തോലിക്കൻ സ്റ്റൈൽ ഇരിക്കാതെ, CSI സ്റ്റൈൽ ഇരിക്കാതെ കരങ്ങൾ അടിച്ച് coming out. Yes, yes. ആൾ മാറിയവളായി നിന്നെ അവൻ പുറത്തെടുക്കുക. ഒരിക്കൽ കൂടെ ആൾ മാറിയവളായി, ആൾ മാറിയവനായി, ആൾ മാറിയ ഗേൾ ബേബിയായി, ആൾ മാറിയ ബോയ് ബേബിയായി, ആൾ മാറിയ ബോയായി, ആൾ മാറിയ ഗേളായി, അവസ്ഥ മാറ്റത്തിനായി അവസ്ഥ മാറ്റി ദൈവം നിന്നെ പുറത്തെടുക്കുന്നു. Yes, 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 yes. പട്ടണത്തിന്റെ ശാപത്തിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. ഈ കൾച്ചറിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. ഈ വക്രതയുടെ ഭൂത പിശാചിൽ നിന്ന് ജനം പുറത്തു വരട്ടെ. എല്ലാ വക്രത പാമ്പിന്റെ ബുദ്ധിയിൽ നിന്ന് വക്രത ഇടിയുണ്ടാവേ. യേശുവിന്റെ നാമത്തിൽ ജനം പുറത്തു വരട്ടെ. കരങ്ങൾ അടിച്ച്
ബ്രേക്ക് ത്രൂ വിടുതൽ സർവീസാ. ഇതൊരു വിടുതലിന്റെ സർവീസാ. മാസങ്ങളായി നിന്നെ അടച്ചു വെച്ചത്, നിന്നെ ഒതുക്കി വെച്ചത്, നിന്നെ ഒതുക്കിയത്, നിന്നെ അടച്ചു കളഞ്ഞത്, ഇത് പകൽക്കാലം അതിൽ നിന്ന് സടകുടഞ്ഞ് ലാസർമാർ പുറത്തു വരട്ടെ. വാതുറന്ന നിരാശയെ ശാസിക്ക്. വാതുറന്ന നിരാശയുടെ ആത്മാവിനെ നീ ശാസിക്ക്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അവകാശം തന്ന, അധികാരം തന്ന സകല നാമത്തിന് മേലായ ദൈവപുത്രനായ യേശുവിന്റെ നാമത്തിൽ ആത്മഹത്യ ചിന്തയെ ശാസിക്കുക. ആ നിരാശയെ ശാസിക്കുക. നിന്റെ ചങ്ങലകൾ പൊട്ടുന്നു. Coming out. യേശുവിന്റെ രക്തം ചെയ്യാൻ, യേശുവിന്റെ രക്തം ചെയ്യാൻ. Yes. ഇനി ഈ ജനം ഒതുങ്ങിയിരിക്കത്തില്ല. ഇനി ഈ ജനത്തെ ഒതുക്കുവാൻ ദുഷ്ടപിശാചേ നിനക്ക് കഴിയത്തില്ല. ഒന്നുകിൽ അവൻ പുറത്ത് നിന്നിട്ട് പറയും, ലാസറെ പുറത്തു വാ, മോനെ പുറത്തു വാ, മകളെ പുറത്തു വാ. പക്ഷെ ആരോ പറയുന്നു പറ്റത്തില്ലപ്പാ, സ്ഥലം മിസ്രൈമാണ്. ഇവിടെ ഒരു ഫറവോനുണ്ട്. ഊഴിയ വിചാരകരാണ്. അമാരെന്നെ സപ്രസ് ചെയ്യാണ്, എന്നെ ഓഫീസിൽ സപ്രസ് ചെയ്യാം. ഊരിയ വിചാരകന്മാരുണ്ട്. സ്ഥലം മിസ്രൈമാണ്. ഫറവോനുണ്ട്, ഊഴിയ വിചാരകരുണ്ട്, ഒരു ഫറവോന്റെ ആർമിയുണ്ട്. എനിക്ക് ഞാനായി പുറത്തു വരുവാൻ കഴിയത്തില്ല. മറ്റുള്ളവർ പുറത്തു വന്നു, അതിനായി സ്തോത്രം. ചിലരൊക്കെ പുറത്തു വന്നു, അതിനായി സ്തോത്രം. അവന്റെ കട്ടലിപ്പിൽ ഈ ജൂലൈ 27-ാം തീയതി അവർ പോകട്ടെ. അവന്റെ കട്ടരിപ്പിൽ ഈ ജൂലൈ 27-ാം തീയതി, ഈ 7 മാസം 27-ാം തീയതി, ഈ 7 മാസം 27-ാം തീയതി അവൻ പോകട്ടെ. കരങ്ങൾ അടിച്ച് ആരാധിക്കാൻ. ശക്തിയോടെ 2 കരങ്ങൾ അടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. Come on. ശക്തിയോടെ കൈയടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിക്കുക. കെട്ടപ്പെട്ട പോലെയല്ല, കെട്ടഴിഞ്ഞവരായി, നാവിന്റെ കെട്ടഴിഞ്ഞവരായി, കാലിന്റെ കെട്ടഴിഞ്ഞവരായി, മനസ്സിന്റെ കെട്ടഴിഞ്ഞവരായി, സമ്പത്തിന്റെ കെട്ടഴിഞ്ഞവരായി, കുടുംബ ബന്ധങ്ങളെ കെട്ടഴിഞ്ഞവരായി,
ശുശ്രൂഷകളെ കേട്ടഴിഞ്ഞവരായി freedom in the name of Jesus. അപ്പാ മറ്റുള്ളവർ പുറത്തു വന്ന് വിടുതൽ പ്രാപിച്ചു കാണും, പക്ഷെ എനിക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. ഇറ്റ്സ് എ ലാൻഡ് ഓഫ് സപ്രസി. ഊഴിയ വിചാരകന്മാർ എന്റെ മേൽ വിചാരകത്വം നടത്തുക. ഇത് ഈജിപ്റ്റാണ്. അപ്പുറത്തെ ഒരു ഫറവറുണ്ട്, അവന് വലിയൊരു ആർമിയുണ്ട്, പട്ടാളമുണ്ട്. എനിക്ക് പുറത്തു വരാൻ കഴിയത്തില്ല. ചിലരല്ല എൻ്റെ മുമ്പിൽ ഇരുന്ന് വിതുമ്പുന്നു, മറ്റുള്ളവർ സന്തോഷിക്കുന്നത് പോലെ എനിക്ക് വന്ന് സന്തോഷിച്ച കൊള്ളുന്നുണ്ട്. എൻ്റെ കൂടെ പഠിച്ചവർ ജീവിക്കുന്നത് പോലെ എനിക്ക് വന്ന് സന്തോഷമായി ജീവിച്ച കൊള്ളുന്നുണ്ട്. എൻ്റെ കൂടെ കളിച്ചു വളർന്ന മറ്റുള്ളവരെ പോലെ എനിക്ക് വന്ന് ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എൻ്റെ ബന്ധുക്കൾക്ക്, എൻ്റെ കൊച്ചപ്പൻ്റെ മക്കൾക്ക്, എൻ്റെ ആന്റിയുടെ മക്കൾക്ക് മറ്റുള്ളവരെ പോലെ എനിക്കും നന്നായി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് ഞാനിതാ എൻ്റെ മിസ്രൈമിൽ ലോക്കായിരിക്കുന്നു. എന്നാൽ ഈ ദൂതിൽ എന്റെ കർത്താവ് പറഞ്ഞത് ഇതാണ്: ഞാൻ നിന്നെ ഒന്നുകിൽ പുറത്തു നിന്ന് വിളിക്കും, പുറത്തു നിന്ന് വിളിച്ചാൽ നിനക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിന്റെ മിസ്രൈമിൽ ഞാൻ അകത്തേക്ക് ഇറങ്ങി വരും. യെസ്, യെസ്, യെസ്. കേട്ടില്ല? നിന്റെ ഈജിപ്തിൽ ഞാൻ ഇറങ്ങും. ഞാൻ നിന്റെ ഈജിപ്തിൽ ഇറങ്ങും. ഞാൻ നിന്റെ ഓഫീസിൽ ഇറങ്ങും. ഞാൻ നിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇറങ്ങും. ഞാൻ നിന്റെ ഹോസ്പിറ്റൽ വാർഡിൽ ഇറങ്ങും. ഞാൻ നിന്റെ തലമുറ ആയിരിക്കുന്നിടത്ത് ഇറങ്ങും. ജയിൽ ബ്രേക്കർ, ജയിൽ ബ്രേക്കർ, കാരാഗ്രഹങ്ങളെ പൊളിക്കുന്നവൻ, മക്കളെ കരങ്ങളടിച്ചു വിടുതലേറ്റെടുത്ത് ആരാധിക്കുക. നിരാശയുടെ പുതപ്പുകളെ ദൂതൻ ഇറങ്ങി വലിച്ചു മാറ്റുക. ദൂതൻ, 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 ദൂതൻ. ഏഞ്ചൽ, ഏഞ്ചൽ, ഏഞ്ചൽ. ഏഞ്ചൽസ് ആർ വർക്കിംഗ് ഹിയർ. ദൈവദൂത സഞ്ചയം എന്ന പകൽക്കാലം ഇറങ്ങി നിരാശകളുടെ പുതപ്പുകളെ വലിച്ചു മാറ്റുകയാണ്. ജീസസ്, ജീസസ്, ജീസസ്. നീ എന്നും നിലവിളിക്കേണ്ടവളല്ല, നീ നിലവിളിക്കേണ്ടവളല്ല, നീ കരയേണ്ടവളല്ല, നീ ദുഃഖം ചുമന്ന് നടക്കേണ്ടവളല്ല, നീ വല്ലവന്റെ പരിഹാസപാത്രമല്ല, നീ വല്ലവർക്ക് ഊഴിയ വിചാരകം ചെയ്യേണ്ടവനല്ല, വല്ലവന് പൈസ ഉണ്ടാക്കേണ്ടവനല്ല. നീ ലാബാന്റെ തൊഴുത്തുണ്ടാക്കിയ കാലം കഴിഞ്ഞു. നിന്റെ പേരിൽ എനിക്കൊരു അനുഗ്രഹമുണ്ട്. നിന്റെ പേരിൽ എനിക്കൊരു അനുഗ്രഹം ഈ പട്ടണത്തിൽ കൽപ്പിച്ചു നൽകാനുണ്ട്. യെസ്, 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 യെസ്. കെട്ടുകൾ പൊട്ടുകയാണ്, ശാപങ്ങൾ പൊട്ടുകയാണ്, അവസ്ഥകൾ മാറുകയാണ്. നിലവിളിപ്പിച്ചവരുടെ നടുവിൽ, കരയിപ്പിച്ചവരുടെ നടുവിൽ നിന്റെ ലെവലിനെ മാറ്റി എന്നെ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുകയാണ്. Come on, ആരാധിക്ക, 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 ആരാധിക്ക.
ആരാധിക്ക. ഹല്ലേലൂയ. ശബദകദരബൗഡിയാല. സഭയുടെ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ, സഭയുടെ ശുശ്രൂഷ, വിടുതലിന്റെ ശുശ്രൂഷ. ഒന്നുകിൽ ഇന്ന് ഒരു വിടുതലിന്റെ ശുശ്രൂഷക്കായി ദൈവം തന്നെ ഒരുക്കുന്നു, ഇല്ലെങ്കിൽ ഒരു വിടുതൽ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകുന്നു. രണ്ടും ഇന്ന് പകൽ ഇവിടെ നടക്കുകയാണ്. ഒന്നുകിൽ ഒരു വിടുതലിന്റെ ശുശ്രൂഷക്കായി ദൈവം നിന്നെ ഒരുക്കുന്നു, ഇല്ലെങ്കിൽ ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റെടുക്കാൻ Jesus, 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 Jesus. മകളെല്ലാം വാതറന്ന് ആരാധിക്ക്, വാതറന്ന് ആരാധിക്ക. കൊച്ചിനെ വിളിക്ക്, വാതറന്ന് ആരാധിക്ക്, വാതറന്ന് കരങ്ങൾ അടിച്ച് ആരാധിക്ക്. അഭിഷേകം പ്രാപിക്കാത്ത പിള്ളേരെല്ലാം, അഭിഷേകം പ്രാപിച്ച കുട്ടികളെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ഓ റംബരമരവരം ജഗനഗര നിഖൂലമനഗര ഗജഗദാദിഗദേ രഗദേ 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 അക്ഷുഖൂലാമരമം ദരവൗരഗദഗദിഗലം ജഗനഗരേ ഭൂതാരഗനഗര ഗജഗദിഗലക്ഷസ്താരഗലഗനംബാരം ഭൂതാരഗനന്ദരവൗരഗദഗദിഗലക്ഷഗരഗരാജഗദ ഉക്ഷുഖൂലാമരമം ദരവൗരഗദഗദച്ചാലഗരഗരേ ഭൂതാരവനം ദരവൗരം രോദം ഘോരം ഘോരം ഭാര അധൂനാരഖേ നാരാജഗദേ രഗദേ 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 അക്ഷൂജഗദം ദരവൗരഗദേ രഗലം ജഗദേ Galamsa Turavan Shabalam Tanam Dagaram Shabalam Regade 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 Karagara Regada Regada Ambaba Bamba Baba Baba Chikere Re 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 Shabalam Tanam Dagaram Te Havike Tanam Dagaram Shabalam Te Regalam Te Ram Te Re Likam Tanam Dagaram Shabalam Te Regalam Te Ram Te Re Turavara Vara Regalam Te Ram Turavan Shabalam Tanam Regalam Te Regade Regade Shabalam Tanam Dagaram Te Ram ശബ്ദവിയർത്തി ആ ഓൺലൈനായിരിക്കുന്നവർ ശബ്ദവിയർത്തി
You are here, moving in this place. I worship you. I worship you. You are here, moving in on me. Come on, I love it. I worship you. I worship you. Tell him, you are here, moving in your way. I worship you. I worship you. You are here, moving in this place. I worship you. Promise keeper, light in the darkness. My God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. That is who you are. വ്യക്തിയായി കുടുംബമായി ചിലതിൽ കേറി നീ ഇറങ്ങി. പ്രതീക്ഷിക്കാത്ത പലതിൽ നീ കേറി ഇറങ്ങി. നിന്റെ വൈൽഡസ്റ്റ് ഡ്രീമിൽ നീ ഒരിക്കലും ചിന്തിക്കാത്ത വിഷയങ്ങളിൽ നീ കേറി ഇറങ്ങി. ഇന്ന് പകൽക്കാലം നീറി 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 വേദനിച്ച് നിൽക്കുന്നെങ്കിൽ അപ്പച്ചൻ പറയുന്നു, മക്കളെ, അത് തിന്മയ്ക്കായി എന്ന് ലോകം പറഞ്ഞാലും ഞാനത് നന്മയ്ക്കാക്കി 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 തീർക്കാൻ പോവാ. Yes, 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 yes. Talk to him, talk to him, talk to him, talk to him. ചെറിയ പ്രായം മുതൽ നുറുങ്ങി കരഞ്ഞ് കരഞ്ഞ് നുറുങ്ങി കരഞ്ഞ് കരഞ്ഞ് നുറുങ്ങി. ചെറിയ പ്രായം മുതൽ ബേർഡൻ ബേർഡൻ ബേർഡൻ, ചെറിയ പ്രായം മുതൽ പെയിൻ പെയിൻ, ചെറിയ പ്രായം മുതൽ ലോൺലിനെസ്, ചെറിയ പ്രായം മുതൽ റിജക്ഷൻ, ചെറിയ പ്രായം മുതൽ മുറിവുകൾ, ചെറിയ പ്രായം മുതൽ പരിഹാസം, ചെറിയ പ്രായം മുതൽ രോഗം, ഓപ്പറേഷൻ, അറ്റാക്ക്. ആഹാ 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 അങ്ങനെ അങ്ങനെ അനുഭവിച്ചു വന്ന പലതിനു വേണ്ടി ഇത് പകൽക്കാല സ്വർഗത്തിലെ ദൈവം ഡാം തുറക്കുന്നു, ഡാം തുറക്കുന്നു, ഡാം 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 തുറക്കുന്നു. നിന്റെ ജയില് തിന്മയ്ക്കല്ല, നിന്റെ ഒറ്റപ്പെടൽ, നിന്റെ വേദന നിന്നെ ലോക്ക് ചെയ്തത്. സത്താൻ വിചാരിച്ചത് നിന്നെ ലോക്ക് ചെയ്ത് നിന്നെ ഒതുക്കിയെന്ന്. ഈ പട്ടണം, ഈ സംസ്ഥാനം, ഈ രാജ്യം കാണാൻ പോവാ. കല്ലറയിൽ ഒതുങ്ങാത്ത ബോസ് നിന്റെ കൂടെ ഉണ്ടെന്ന്. യെസ് 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 യെസ്, ഞാൻ ആവർത്തിക്കുന്നു, കല്ലറയിൽ ഒതുങ്ങാത്ത ബോസ്
നിന്റെ ബോസ് ഇന്ന് ജീവിച്ച നാളെ ചാകുന്നവനല്ല. മരണത്തെ പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ആരംഭത്തിലെ യോസേഫിന്റെ കല്ലറയിൽ ഒതുങ്ങാത്തവൻ നിന്റെ കൂടെയുണ്ടെന്ന് തെളിയിക്കാൻ പോവാ. യോസേഫേ, യോസേഫേ, നമസ്കരിക്കുന്ന കറ്റയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെ അല്ലേ അപ്പച്ചൻ കാണിച്ചുള്ളൂ? കാരാഗ്രഹം കാണിച്ചില്ലല്ലോ. കാരാഗ്രഹം കാണിച്ചില്ലല്ലോ. ഇല്ല, കാരാഗ്രഹം കാണിച്ചില്ല. കാരാഗ്രഹം കാണിച്ചില്ല. പക്ഷേ ആ കാരാഗ്രഹത്തിൽ ഞാൻ പ്രാപിച്ച ഒരു സ്വപ്ന വ്യാഖ്യാനം ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ വെച്ച് ഞാൻ പ്രാപിച്ച ഒരു സ്വപ്ന വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അപ്പന്റെ വീട്ടിലെ സ്വപ്നവും പൊത്തിഫറയുടെ ജോലി ഉണ്ടായിരുന്ന നേരത്തുള്ള ആഹാരവും അല്ല എന്നെ പ്രധാനമന്ത്രിയാക്കിയത്. ആ ജയിലിൽ കിടന്ന് ഒറ്റപ്പെട്ടപ്പോ ജീവിതം തുറഞ്ഞു, ജീവിതം തീർന്നു എന്ന് ഞാൻ പെടഞ്ഞ് നിലവിളിച്ചപ്പോൾ ആ കാരാഗ്രഹത്തിൽ വെച്ച് അവൻ തന്ന ഡ്രീം ഇന്റർപ്രിട്ടേഷനാണ് എന്നെ ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയാക്കിയത്. സാംസനെ, ശിംശോനെ ഫെലിസ്തീന്റെ ജയിലിലായല്ലോടാ. നീ ശക്തനാണ് ശിംശോനെ, പക്ഷെ ഫെലിസ്തീന്റെ ജയിലിൽ നീ ഇങ്ങനെ കളിപ്പാട്ടമാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തോ ബെമ്പവറായിരുന്നു, എന്തോ ശക്തിയായിരുന്നു. പക്ഷെ അവൻ പറയും, എന്റെ നഷ്ടപ്പെട്ട രോമം നോക്ക്, എന്റെ നഷ്ടപ്പെട്ട ജട നോക്ക്, അത് വീണ്ടും വളർന്നു തുടങ്ങിയിരിക്കുക. പകൽക്കാലം നിന്നെ മൊട്ടയടിച്ച പിശാച്, ഓ ഹല്ലേലൂയ, നിന്നെ നഷ്ടപ്പെടുത്തിയ ജഗത്താന്റെ മുൻപിൽ എന്റെ ദൈവം പറയുന്നു, വീണ്ടും മുളപ്പിക്കുക, വീണ്ടും അവളെ, വീണ്ടും അവനെ ഞാൻ മുളപ്പിക്കുകയാണ്. വീണ്ടും എന്റെ രോമം മുളച്ചു വരുന്നു. ശിംശോനെ, നീ എന്തിനാ ജയിലിൽ കിടക്കുന്നത്? അതെ, എനിക്ക് മുൻപായി വന്ന ന്യായാധിപന്മാർ മുഴുവൻ ഈ ഫെലിസ്തീന്റെ ബ്രാഞ്ച് ഓഫീസാ തകർത്തത്. ഓ, നിങ്ങൾക്ക് മനസ്സിലായില്ല. എനിക്ക് മുൻപേ പോയ എല്ലാവരും അവന്റെ ബ്രാഞ്ച് ഓഫീസാ തകർത്തത്. പക്ഷെ ഈ ജയിലിൽ എന്നെ ദൈവം കൊണ്ടുവന്ന് ഇട്ടത് അവന്റെ ഹെഡ് ക്വാർട്ടർ തകർക്കാനാ. അവന്റെ ഹെഡ് ക്വാർട്ടർ തകർക്കാനാ. ഈ ദൂത് ഈ ഹാളിൽ വെച്ച് കേൾക്കുന്നവർ, ഓൺലൈനിൽ കേൾക്കുന്ന അഭിഷിക്തന്മാർ, പാസ്റ്റർ, സുവിശേഷകൻ, പ്രവാചകൻ, അപ്പോസ്തലൻ, ടീച്ചർ, റിവൈവലിസ്റ്റ്, മിഷണറി കേൾക്കണം. ഭാരതത്തിലെ ദൈവസഭയിൽ നിനക്കൊരു നിയോഗമുണ്ട്, ശത്രുവിന്റെ ഹെഡ് ക്വാർട്ടറുകളെ തകർക്കുവാൻ, ദുഷ്ടന്റെ ഹെഡ് ക്വാർട്ടറുകളെ തകർക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോവാ. ഓ കമാൻ, ആരെങ്കിലും കത്തി ആരാധിക്കുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. കമാൻ, ശബ്ദം ഉയർത്തി. ഇരമ്യാവേ, കണ്ണുനീരുടെ പ്രവാചകനെ, ഇരമ്യാവേ, നിന്നെ ജയിലിലിട്ടോ. ഇരമ്യാവേ, നീ കിടന്ന ജയിൽ ഭയങ്കര ഫേമസാ. ദുഃഖത്തോടെ പലരും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇരമ്യാവിനെ ജയിലിലിട്ടു. പക്ഷെ വായിച്ചു വന്നപ്പോൾ ഇന്നലെ എനിക്ക് മനസ്സിലായി, നെബൂഖദ്നേസർ വന്ന് യെരൂശലേം പൊളിക്കുമ്പോൾ, സ്തോത്രം, 10,000-കണക്കിന് ആൾക്കാരെ കൊല്ലുമ്പോൾ എൻ്റെ ദാസനെ ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവം ഒളിപ്പിച്ച അറയാണ് അവന്റെ ജയില്. Come on, come on, come on. അവനെ ഒളിപ്പിച്ച അറയാണ് ജയില്. അവനെ ഒളിപ്പിച്ച അറയാണ് ജയില്. തിന്മയെന്ന് ലോകം പറയും, പക്ഷെ ഇന്നലെ ഇന്നും മാത്രമല്ല നാളെയും കാണുന്ന ദൈവം പറയും, ഇല്ല, ഞാൻ നിന്നെ ഒളിപ്പിക്കുകയായിരുന്നു. ഈ ദേശത്തിന് വന്നിരിക്കുന്ന ക്ഷാമം നിന്നെ തൊടാതിരിക്കേണ്ടതിന്, ശത്രുവിന്റെ ആയുധം നിന്നെ തൊടാതിരിക്കേണ്ടതിന്, എന്റെ അഭിഷിക്തനെ ഇരമ്യാവേ, ഞാൻ നിന്നെ ഒളിപ്പിച്ചതോ ഇന്ന് രാത്രി ചിലതിന്, ഇന്ന് പകൽക്കാലം ചിലതിന് എന്നെ ദൈവം ഒളിപ്പിച്ച് നിർത്തിയിരിക്കുക. ആ ജയിലിൽ നിനക്ക് തിന്മയെന്ന് തോന്നിയാല്, നിന്റെ രണ്ട് ചെവികളുടെ ഇടയിലുള്ള ബ്രെയിന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നന്മ ആ
ജയിലിലുണ്ട്. യെസ്, ഇരമ്യാവേ, ഈ ജയിലിലെ തിന്മയ്ക്കല്ല, ശാഖഭോജനം കഴിച്ച് അടിമയായ ദേശത്തിലെത്തി ശാഖഭോജനം കഴിച്ചവന് ആ രാജ്യത്തിൽ വേറെ ആർക്കുമില്ലാത്ത ജ്ഞാനം ഉണ്ടായിരുന്നു. ഒത്തിരി പേർ തുറിച്ചു നോക്കിയവനെ, ഒത്തിരി പേർ തുറിച്ചു നോക്കിയിട്ട് ഒറ്റ കുറ്റമേ കിട്ടിയുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കും, ഒറ്റ കുറ്റമേ പറയാനുള്ളൂ. ദാനിയേലാണോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് 3 നേരം അവൻ പ്രാർത്ഥിച്ചിരിക്കും. നിന്നെ കുറിച്ച് അവർ പറയുന്ന കംപ്ലൈന്റ് അതാ, അവൻ വലിയ പ്രാർത്ഥനക്കാരനാ. നിന്നെ കുറിച്ച് അവർ പറയുന്നത്, ഓ അവൻ വലിയ യേശുവിന്റെ പ്രാർത്ഥനക്കാരനാ. ഈ ദൂത് ധ്യാനിക്കുമ്പോ എന്റെ കർത്താവ് പറഞ്ഞു, പോയി പറ നിന്റെ ദൈവം ആരെന്ന് അവർ തിരിച്ചറിയും. Come on. സിംഹക്കുഴി, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞേ. സിംഹക്കുഴി എന്ന ജയില് അവന് വന്നത് ദാനിയേലേ, നിന്റെ ദൈവത്തിന്റെ മഹത്വം നെബൂഖദ്നേസറിന്റെ രാജ്യത്തിൽ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാ. അവിടെ 100 കണക്കിന് അന്യാരാധനാ ദൈവങ്ങളുണ്ട്. അവർക്കാർക്കും കഴിയാത്തത് സിംഹങ്ങളുടെ വായ അടയ്ക്കുന്ന ദൈവം നിന്റെ ദൈവം എന്ന് തിരിച്ചറിയുവാനാ. മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു ശബ്ദം, Prepare the way of the Lord. Prepare the way of the Lord. അവനെ പിടിച്ച് ജയിലിലിട്ടപ്പോ കർത്താവ് ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തിനാ വാങ്ങിപ്പോയ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, സുരേഷേ, സുവിശേഷത്തിന്റെ ശബ്ദം കുറച്ചുകൂടെ ലൗഡർ ആകാനാ. ക്രൈസ്റ്റ് സെന്റർ ഇത് ഏറ്റെടുക്കണം. കേരളത്തിൽ, ഭാരതത്തിൽ സുവിശേഷത്തിന്റെ ശബ്ദം ഇന്ന് 27-ാം തീയതി മുതൽ കുറച്ചുകൂടെ ലൗഡർ ആകാൻ പോകുന്നു. ധൈര്യമുള്ളവരെ കരങ്ങൾ അടിച്ച് അന്യഭാഷ പറ. സുവിശേഷം കുറച്ചുകൂടെ ലൗഡറാകാൻ പോകുന്നു. ജയിലുകളൊന്നും തിന്മയ്ക്കല്ലെന്ന് പത്രോസ് ജയിലിൽ കയറി. ഓടി നടന്ന് വർക്ക് ചെയ്യുന്ന പത്രോസിനെ പിടിച്ച് ജയിലിട്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. പക്ഷെ പിന്നത്തേതിനെ മനസ്സിലായി, പത്രോസിനെ ജയിലിൽ കയറിയത് ഹെരോദാവിന്റെ സിംഹാസനം ഒഴിയാനാ. എഴുതിയിട്ട് കാണാതെ പഠിക്ക്, ഈ ദൂത് ഈ മണ്ണിൽ അക്ഷരികമായി നിറവേറാൻ പോകുന്നു. ചില സിംഹാസനങ്ങൾ ഒഴിഞ്ഞിരിക്കും. മൂന്ന് പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, സഭ പ്രാർത്ഥിച്ച മാത്രം മതി. പറ സഭ പ്രാർത്ഥിച്ച മാത്രം മതി. പറ 3 പേരെ അനങ്ങ പാറായി നിൽക്കാതെ 3 പേരെ തൊട്ട് പറ, സഭ പ്രാർത്ഥിച്ച മാത്രം മതി. പത്രോസ് പുറത്തു വരും. ഹെരോദാവിന്റെ സിംഹാസനം കാലിയാകുക. പക്ഷെ പൗലോസും ശീലാസും മുറിവേറ്റ നാണം കെട്ട് ജയിലിൽ കിടന്നപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചിലര്, അയ്യോ പാവം, ഞാൻ മാത്രം ഒറ്റയ്ക്ക്, ആരുമില്ല, മുറിവേറ്റ് എനിക്ക് മാത്രം, എന്റെ തലേ മാത്രം വെള്ളക്ക വീണ പിശാച് യേശുവിന്റെ നാമത്തിൽ. നീ ഒതുങ്ങുകയല്ല, അടുത്ത ചാട്ടത്തിന് പതുങ്ങുകയാണ്. മുറിവ് നോക്കാതെ ആരാധിക്കട്ടെ, ചങ്ങല നോക്കാതെ ആരാധിക്കട്ടെ, സാഹചര്യം നോക്കാതെ ആരാധിക്കട്ടെ,
സെൽഫ് പിറ്റി ഇല്ലാതെ ആരാധിക്കട്ടെ. അവസ്ഥ മാറി ആരാധിക്കട്ടെ. ഈ ജയിൽ പൊളിഞ്ഞിരിക്കുക, ഈ ജയിൽ പൊളിഞ്ഞിരിക്കുക. ഞാൻ നിർത്തി. നിങ്ങൾ തീരുമാനിച്ചോ മതി. പ്രാർത്ഥിച്ച് പുറത്തു വരണോ, സ്തുതിച്ചു പുറത്തു വരണോ? സ്തുതിച്ചു പുറത്തു വന്ന സഭ കാണും, ജയില് കാണത്തില്ല. ഓ കമാൺ, ആരോട് പറയാൻ? സ്തുതിച്ചു പുറത്തു വന്നാൽ, ഹല്ലേലൂയ, സ്തുതിച്ചു പുറത്തു വന്നാൽ ജയില് കാണത്തില്ല, ജയിലറും കാണത്തില്ല, പകരം സഭയെ കാണത്തുള്ളൂ. ഈ പട്ടണത്തിന്റെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് പിശാചിന്റെ പോക്കറ്റുകളെ സ്തുതിച്ചു പൊളിച്ചുകളാ. ഫൈനലി സ്തോത്രം, ഇവരെല്ലാവരെയും ജയിലുകൾ ഒന്നുപോലും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്ക്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. എന്തിനാ? നന്നായി പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ പറ. 88-ാം സങ്കീർത്തനം 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ശോമസാർ വായിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്ത ഒരുവൻ കയ്യഫാവിൻ്റെ ഡെഞ്ചനിൽ, കയ്യഫാവിൻ്റെ കുഴിയിൽ അവനെ ഇട്ട് കളഞ്ഞു. ചെറിയ കുഴിയിൽ. ജിസൻ, ആ ബ്രോഡർ ഷോൾഡറുള്ള കർത്താവിനെ ആ കുഴിയിൽ ഇട്ടപ്പോൾ ചരിത്രം പറയുന്നവൻ്റെ 2 ഷോൾഡറുകൾ ഇടിച്ച് താണ് മുറിവുകളുണ്ടായെന്ന്. ശ്വസിക്കുമ്പോൾ മിക്കവാറും മണ്ണായിരിക്കും പുറത്തേക്ക് അകത്തേക്ക് കയറിയത്. ആ പൊടി മണ്ണിനെ ശ്വസിച്ച് ചില മണിക്കൂറുകൾ കയ്യഫാവിൻ്റെ ജയിലിൽ അവൻ കിടന്നത്. ഒരു ജയിലിലും ആർക്കും ഒന്നിനും ഒരുത്തർക്കും നിന്നെ ലോക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു പ്രശ്നത്തിന്, ഒരു കണ്ണുനീരിന്, ഒരു നഷ്ടത്തിന്, ഒരു അപവാദത്തിന്, ഒരു പരിഹാസത്തിന്, ഒരു തിന്മയ്ക്ക്, ഒരു ശാപത്തിന്, ഒരു ബന്ധനത്തിന് നിന്നെ ലോക്ക് ചെയ്യാൻ കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച്